ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2025 ഒരു കൊറിയൻ മിസ്റ്ററി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ റിവിലേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ ഒരു മൂവിയുടെ തുടക്കത്തിലെ നല്ല മഴ പെയ്യുന്ന സമയം, അതുമല്ല കുട പിടിച്ചിട്ടൊരു ചെറിയ പെൺകുട്ടി നടന്നിങ്ങനെ പോവാണ്. കൂടാതെ അവളുടെ പുറകെ ആരോ വരുന്നത് പോലെ അവൾ നല്ലതുപോലെ പേടിക്കുന്നുണ്ട്. അങ്ങനെ അവളായാലും വേഗതയിൽ നടന്നു പോകുമ്പോൾ അവൾ പേടിച്ചതുപോലെ തന്നെ അവളുടെ പുറകെ ഒരുത്തനുണ്ട്. അതും എന്തോ ഒരു ഭ്രാന്ത് പിടിച്ചവനെ പോലെ നടക്കുന്ന ഒരുത്തൻ. അങ്ങനെ ഈ ഒരു പെൺകുട്ടിയായാലും ഒരുപാട് ദൂരം നടന്ന് അവസാനം അടുത്തുള്ളൊരു വലിയ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ഇങ്ങനെ കയറും. അപ്പൊ ഇവനായാലും പുറകെ തന്നെ വന്നിട്ട് ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് അവളോടൊപ്പം തന്നെ കയറുന്നുണ്ട്. കാണിക്കുമ്പോഴത്തേക്കാണ് ഇവരുടെ പിറകെ വേറൊരുത്തൻ വന്നിട്ട് ഇവര് രണ്ടുപേരും നടന്നു പോകുന്ന ഈ ഒരു കാര്യം അവനും കുറെ ദൂരമായിട്ട് നിന്ന് കാണുകയാണ്. ഇവൻ ആരാണെന്ന് നമുക്കറിയത്തില്ല. അതുമല്ല ആ ഒരു പെൺകുട്ടിയെ ഫോളോ ചെയ്യുന്ന അവനെ കാണുമ്പോൾ തന്നെ ഇവന് നല്ല ദേഷ്യം വരുന്നുണ്ട്. കുറെ കഴിയുമ്പോഴത്തേക്കാണ് ഈ ഒരു പെൺകുട്ടി അടുത്തുള്ളൊരു പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് ചെല്ലും. അവിടെ ഒരു പാസ്റ്റർ ഈ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ ഈ ഒരു പെൺകുട്ടി പതിയെ ആ ഒരു ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഒരു ബെഞ്ചിലേക്ക് ചെന്നിങ്ങനെ ഇരിക്കുകയാണ്. പുറകെ തന്നെ ആ ഒരാളും വരുന്നുണ്ട്. എന്നിട്ട് അയാളും കുറച്ച് ദൂരെയായിട്ട് മാറിയിരുന്നു. ആ ഒരു പെൺകുട്ടി ഈ ഒരു കൂട്ടത്തിൽ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അയാളും നോക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നേരത്തെ ഈ ഒരു പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടി പെട്ടെന്ന് എഴുന്നേറ്റ് അവളുടെ സുഹൃത്തുക്കളോട് അവളെ ഫോളോ ചെയ്യുന്ന ആ ഒരാളെ പറ്റി ഇങ്ങനെ പറയും. അപ്പൊ അവരായാലും ഈ ഒരാളാണ് നിന്നെ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പെൺകുട്ടി പറയും, ഇല്ല അയാളെ നോക്കരുത് എന്നുള്ള രീതിയിൽ ഇവര് വെളിയിലേക്ക് ഇറങ്ങി പോകുമ്പോൾ ആ ഒരാള് ആ ഒരു പെൺകുട്ടിയുടെ പുറകെ തന്നെ നടന്നു വരുമ്പോൾ ഇതിനകത്തുള്ള ആ ഒരു പാസ്റ്റർ ഉണ്ടല്ലോ, അവൻ പെട്ടെന്ന് ഇയാളെ തടഞ്ഞു നിർത്തി, അല്ല സാർ, നിങ്ങളിവിടെ ആദ്യമായിട്ടാണല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളെ കാണുന്നത്, ഞാനാണ് ഇവിടുത്തെ പാസ്റ്റർ സുങ് മിൻ ചാൻ. അപ്പൊ ഈ ഒരു പാസ്റ്ററിനെ നമുക്ക് എന്തായാലും ജെയിംസ് എന്ന് വിളിക്കാം, കുറച്ചുകൂടി എളുപ്പത്തിന് അതായിരിക്കും നല്ലത്. അപ്പോൾ പാസ്റ്റർ ജെയിംസ് ആയാലും അയാളോട് പറയുന്നുണ്ട്, സാർ അങ്ങനെയാണെങ്കിൽ ഒരു കോഫി കുടിച്ചിട്ട് പോവാം, കുറച്ചു നേരം ആവത്തുള്ളൂ എന്ന് പറയുമ്പോൾ അയാൾ പറയും, ഇല്ല എനിക്ക് നിൽക്കാനായിട്ട് സമയമില്ല, ഞാൻ പോകുന്നെന്ന് പറയുമ്പോൾ ഇല്ല സാർ കുറച്ചു നേരം എന്നും പറഞ്ഞ് അയാൾ അവിടെ പിടിച്ചു നിർത്തുകയാണ്. അപ്പോഴേക്കാണ് വെളിയിൽ ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അവിടെ ഇപ്പോൾ ഒരു ഷോപ്പിനകത്തേക്ക് കയറുന്നതും പെട്ടെന്ന് ഒരാളെ വന്ന് ഇങ്ങനെ ഇടിക്കുന്നു. ഇടിച്ചിട്ട് അയാൾ താഴേക്ക് വന്ന് വീഴുമ്പോൾ അയാളുടെ പോക്കറ്റിൽ നിന്നും ഒരുപാട് മരുന്നുകളെല്ലാം താഴേക്ക് വീഴുന്നുണ്ട്. അത് ഈ ഒരു പെൺകുട്ടി എടുത്തു കൊടുക്കുമ്പോഴത്തേക്കാണ് നേരത്തെ ഇവരെ ഫോളോ ചെയ്ത് വന്നല്ലോ ഒരാള്, ആ ഒരുത്തനാണിത്. അപ്പൊ അവനായാലും പെട്ടെന്ന് എന്തോ വേദന എടുക്കുന്നത് പോലെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഈ ഒരു പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, പോലീസിനെ വിളിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല കുഴപ്പമില്ല എന്ന് പറയുമ്പോഴത്തേക്കാണ്, ആഹാ ഇതാണെന്നല്ല, ഇതൊരു പെണ്ണാണ്. സത്യം പറയാലോ നേരത്തെ കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇതൊരു ആണാണെന്ന്. അല്ലെങ്കിൽ ഈ ഒരു കൊറിയക്കാരന്മാര് മീശ നല്ലതുപോലെ വടിച്ച് മുടിയും കറക്റ്റായിട്ടൊന്ന് വെട്ടിക്കഴിഞ്ഞാൽ ആണേതാ പെണ്ണേതാ എന്ന് അറിയാൻ പോലും പറ്റത്തില്ല. ആ ഒരു സമയത്ത് ഇവിടെ ആ ഒരു ധ്യാന കേന്ദ്രം ഉണ്ടല്ലോ അവിടെ കാണിക്കുമ്പോൾ ആ ഒരു പാസ്റ്റർ ജെയിംസ് അയാൾക്ക് കുടിക്കാനായിട്ട് കോഫിയെല്ലാം കൊടുത്ത് അത് കഴിഞ്ഞ് ഒരു ചെറിയ റെയിൻകോട്ട് പോലെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അത് ഈ ഒരു ധ്യാന കേന്ദ്രത്തിന്റെ പേരിലുള്ളതാണ്. എന്നിട്ടാണ് ഓക്കെ നിങ്ങൾ ഈ ഒരു ധ്യാന കേന്ദ്രത്തിൽ അംഗമാവുന്നു, നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ അവനൊരു പേര് പറയും. പക്ഷെ അതാണോ അയാളുടെ യഥാർത്ഥ പേരെന്ന് നമുക്ക് അറിയത്തില്ല. കാരണം അയാൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിപ്പിക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നത്. എന്നിട്ട് അയാളോട് പറയും, സാർ ഈ ഒരു ഫോം കുറച്ച് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ഫോൺ നമ്പരും ബാക്കി കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി, അങ്ങനെയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ ഞങ്ങൾക്ക് വിളിക്കാലോ എന്നും പറഞ്ഞിട്ട് ജെയിംസ് ഇയാളുടെ ഫോട്ടോയും പെട്ടെന്ന് എടുക്കും ഫോണിൽ. എന്നിട്ട് പറയും, ഇത് ഇപ്പൊ പ്രിന്റ് ചെയ്ത് വരും, അപ്പോഴേക്ക് തന്നെ ഞാൻ ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം എന്നും പറഞ്ഞ് ആ ഒരു പ്രിന്ററിൽ നിന്നും അയാളുടെ ഫോട്ടോ വെളിയിലേക്ക് വരുമ്പോൾ അവൻ ആ ഒരു ഫോണിൽ നിന്നും ഫോട്ടോയും ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ട് അയാളോട് പെട്ടെന്ന്, സോറി സാർ എനിക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട്, ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം, ഈ ഒരു ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞ് ജെയിംസ് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്ന് ഫോണിൽ ഇങ്ങനെ സംസാരിക്കാണ്. അയാളാണെങ്കിൽ ഇപ്പോഴും ആ ഒരു റൂമിനകത്ത് തന്നെ ഇരിക്കുന്നു. അങ്ങനെ ജെയിംസ് വെളിയിൽ വന്ന് സംസാരിക്കുന്നത് ഒരു ഡിക്റ്റേറ്റീവിനോടാണ്, വേറൊന്നുമല്ല ജെയിംസിന്റെ ഭാര്യ. അവർക്ക് വേറെ ആരോടോ എന്തോ ഒരു ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ ആ ഒരു സംശയത്തിന്റെ പുറത്ത് ജെയിംസ് ഒരാളെ ഇതുപോലെ ഏർപ്പാടാക്കിയതാണ്. അയാളിപ്പോ അന്വേഷിച്ച കാര്യം പറയുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് ജെയിംസിന്റെ ഭാര്യയ്ക്ക് ഇതുപോലെ വേറൊരാളായിട്ട് ഒരു അവിഹിതമുണ്ട്. അപ്പൊ ആ ഒരു ഡിക്റ്റേറ്റീവായിട്ടുള്ള ആളും പറയുന്നുണ്ട്, നിങ്ങളുടെ ഭാര്യയുടെ കാമുകനായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ചുറ്റിക്കറങ്ങുന്നുണ്ട്, അതിന് തെളിവ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഫോട്ടോസ് അയച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ആ ഒരു ഫോട്ടോസ് ജെയിംസിന് അയച്ചു കൊടുക്കുന്നതും ജെയിംസ് ആ ഒരു ഫോട്ടോ എടുത്ത് പരിശോധിക്കുമ്പോഴത്തേക്കാണ് അതിൽ ജെയിംസിന്റെ ഭാര്യയും അവളുടെ കാമുകനും കിസ് ചെയ്യുന്നു, ഒരുമിച്ച് പല സ്ഥലങ്ങളിലായിട്ട് പോകുന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ ആ ഒരു ഡിക്റ്റേറ്റീവ് പറയുന്നുണ്ട്, സാർ ഇതല്ലാതെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്, നിങ്ങളുടെ ഭാര്യ കാമുകനായിട്ട് ഒരു റൂം എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ എന്തായാലും അവർ ഫിസിക്കലി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യവും മനസ്സിലായി. അങ്ങനെ ഈ ഒരു കാര്യം കൂടി കേൾക്കുമ്പോഴത്തേക്കും ജെയിംസിന് അത്രയും ദേഷ്യം. ജെയിംസ് ആയാലും പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത് അകത്തേക്ക് വരുമ്പോൾ ആ ഒരാൾ വെളിയിലേക്ക് പോകാനായിട്ട് നിൽക്കുന്നു. അപ്പൊ ജെയിംസ് പറയും, ഇല്ല സാർ നമ്മൾ അധികം സംസാരിച്ചില്ലല്ലോ, സംസാരിക്കാന്ന് പറയുമ്പോൾ അയാൾ പറയും, ഇല്ല എനിക്ക് പോയിട്ട് കുറച്ച് ജോലിയുണ്ട്, എന്റെ ഷൂസ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ജെയിംസ്, ഓ ഷൂസോ ഇപ്പൊ എടുത്തു തരാമെന്നും പറഞ്ഞ് ആ ഒരു റാക്കിൽ നിന്നും ഷൂസ് എടുത്തിട്ട് അയാളുടെ കാലിലേക്ക് ഇട്ടു കൊടുക്കുമ്പോഴത്തേക്കാണ് ആഹാ കാണിക്കുമ്പോൾ അയാളുടെ കാലിലെ ഒരു ട്രാക്കിംഗ് ഡിവൈസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇതുപോലെയുള്ള ട്രാക്കിംഗ് ഡിവൈസുകൾ വെക്കുന്നത് അവിടെയുള്ള വലിയ കുറ്റവാളികളുടെ കാലിലാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ജയിലിൽ നിന്നും വലിയ തെറ്റുകളെല്ലാം ചെയ്തിട്ട് ജാമ്യത്തിൽ ഇറങ്ങുമല്ലോ,
അവര് വേറെ എവിടെയും പോവാതിരിക്കാൻ വേണ്ടി അവരെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഡിവൈസ് അവരുടെ കാലിൽ വെക്കുന്നത്. അങ്ങനെ ഈ ഒരു കാര്യം നമ്മുടെ പാസ്റ്ററിന് മനസ്സിലായിട്ട് ചെറിയ രീതിയിലൊന്ന് പേടിച്ച് അയാളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. എന്നിട്ട് ഓടി വന്ന് അയാൾ ആ ഒരു ഫോം ഫില്ല് ചെയ്തോ ഇല്ലേന്ന് നോക്കുമ്പോഴത്തേക്കും ഒന്നും ചെയ്തിട്ടില്ല. അതുമല്ല അയാളുടെ ഫോട്ടോ ആ ഒരു പ്രിന്ററിൽ നിന്ന് ഇറങ്ങി വന്നല്ലോ, അതിന് മുകളിൽ ഈ ഒരു ബിൽഡിങ്ങിൽ ചോർച്ചയുണ്ട്. ആ ഒരു വെള്ളം പതിയെ ആ ഒരു പേപ്പറിലേക്ക് വീഴുന്നുണ്ട്. അപ്പോഴേക്കും തന്നെ പെട്ടെന്ന് ഈ ഒരു പാസ്റ്ററിന്റെ ഭാര്യ ഈ ഒരു റൂമിനകത്തേക്ക് കയറി വന്നിട്ട് ഇപ്പൊ വന്ന ആളുടെ രജിസ്ട്രേഷൻ എടുത്തോന്ന് ചോദിക്കുമ്പോൾ ജെയിംസ് ആരും പറയും അതെല്ലാം എടുത്തു, ഓക്കെ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞിട്ട് ഭാര്യ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പൊ തന്റെ ഭാര്യയ്ക്ക് ഒരു അവിഹിതമുണ്ട് എന്നുള്ള ഒരു കാര്യം ജെയിംസിന് അറിയാം. പക്ഷെ അവൻ ഇപ്പൊ ആ ഒരു കാര്യം ചോദിക്കത്തില്ല. അതേസമയം ആ ഒരാളുണ്ടല്ലോ, അയാൾ ഇപ്പൊ താഴേക്ക് ഇറങ്ങി വന്ന ആ ഒരു പെൺകുട്ടി എവിടെ നിന്ന് നോക്കാണ്. പക്ഷെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നോക്കുന്ന സമയത്താണ് ഇവരെ ഫോളോ ചെയ്ത് വന്ന ആ ഒരു പെണ്ണ് ഒരു ഷോപ്പിനടുത്തായിട്ട് നിന്ന് ഇയാളെ നോക്കുന്നു. അപ്പൊ ഇയാളായാലും ആ ഒരു പെണ്ണിനെ നോക്കുമ്പോൾ ഇയാൾക്ക് എന്തോ ആ ഒരു പെണ്ണിനെ അറിയാത്തതുപോലെ അയാൾ അവിടെ നിന്ന് നടന്നങ്ങ് പോകുന്നുണ്ട്. ആ ഒരു പെണ്ണിനാണെങ്കിലോ പെട്ടെന്ന് ഒരു ഫോൺ കോൾ വന്നിട്ട് ശരി അച്ഛാ ഞാൻ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞ് അവളും മറ്റൊരിടത്തേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ പാസ്റ്ററിനെയും അവന്റെ ഭാര്യനെയും കാണിക്കുമ്പോൾ ഇവര് രണ്ടുപേരും കാറിൽ പോവാണ്. വേറെ ഒന്നുമല്ല, ഈ ഒരു പാസ്റ്ററിന്റെ ഭാര്യയ്ക്ക് എന്തോ ഒരു റീയൂണിയൻ ഉണ്ട് അവര് സ്കൂളിലെ ഫ്രണ്ട്സ് ആയിട്ട്. അതിനുവേണ്ടി ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മുടെ ജെയിംസ് അവളെയും കൊണ്ട് പോകുന്നത്. പക്ഷെ നമ്മുടെ ജെയിംസിന് അറിയാം അതിനൊന്നും അല്ല, തന്റെ കള്ള കാമുകനായിട്ട് കറങ്ങാൻ പോവാണെന്ന്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ച് പോകുന്ന സമയത്താണ് ഇവിടെ അടുത്തായിട്ട് വലിയൊരു ബിൽഡിംഗ് ഇങ്ങനെ കെട്ടുന്നുണ്ട്. അതിന്റെ ആ ഒരു വലിയ ബോർഡ് കാണുമ്പോഴത്തേക്കും ആ ഒരു ഭാര്യ പറയും അല്ല വണ്ടിയൊന്ന് നിർത്തി ഞാൻ പോയി നോക്കട്ടെ എന്നും പറഞ്ഞ് അവള് വെളിയിലേക്ക് ഇറങ്ങി വന്ന ആ ഒരു ബോർഡ് വായിക്കുമ്പോൾ ഇവിടെ വലിയൊരു ചർച്ച് വരാൻ പോവാണ്. അതുപോലെ ഈ ഒരു ചർച്ച് ഇവിടെ പണിയുന്നത് ജെങ് ഗുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. അയാളെ ആണെങ്കിൽ ഇവർക്ക് നല്ലതുപോലെ തന്നെ അറിയാം. നമ്മുടെ ജെയിംസിനെ അയാൾക്ക് നല്ലതുപോലെ തന്നെ അറിയാവുന്നത് കൊണ്ട് ആ ഒരു ഭാര്യ ഇപ്പൊ ജെയിംസിനോട് പറയും ഏയ് ഇയാളാണെങ്കിൽ എന്തായാലും ഈ ഒരു ചർച്ചിലെ പാസ്റ്ററായിട്ട് നിന്നെ തന്നെ എന്തായാലും വിളിക്കും, അങ്ങനെയാണെങ്കിൽ നല്ലതുപോലെ നമുക്ക് പൈസ ഉണ്ടാകാം. അതുമല്ല അയാൾ തന്നെയല്ലേ ഈ ഒരു ചെറിയ പള്ളിയെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്, നീയാണെങ്കിൽ അത് നല്ലതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഒരിക്കലും അയാൾ നിന്നെ കൈവിടത്തില്ല എന്നെല്ലാം പറയും. അങ്ങനെ അത് കഴിഞ്ഞ് നേരത്തെ കാണിച്ച ആ ഒരു പെണ്ണുണ്ടല്ലോ, അപ്പൊ ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ. അപ്പോൾ നമുക്ക് ഹീറോയിനെ എന്തായാലും എമി എന്ന് വിളിക്കാം. ഇപ്പോൾ നമ്മുടെ എമി ആയാലും അവളുടെ വീട്ടിലിരിക്കുമ്പോൾ തന്റെ അച്ഛനുമായിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്താണ് ആ ഒരു അച്ഛൻ പറയുന്നത് അല്ല നീ നിന്റെ പുതിയ ടീമുമായിട്ട് നാളെയല്ലേ ജോയിൻ ചെയ്യാൻ പോകുന്നത്, അതുമല്ല നീ ഈ ഒരു സിറ്റി തന്നെ തിരഞ്ഞെടുത്തു, അതെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അതിന് നല്ലൊരു മറുപടി ഹീറോയിൻ പറയുന്നില്ല. അപ്പോഴാണ് ആ ഒരു അച്ഛൻ പറയുന്നത് ആ ഒരു കുറ്റവാളിയെ അവർ ഈ ഒരു സിറ്റിയിലാണ് വിട്ടതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, അത് നിനക്കും അറിയാം, അതുകൊണ്ടല്ലേ നീ ഇവിടേക്ക് വന്നേ. അപ്പോഴായാലും ഹീറോയിൻ ബാച്ച നമുക്ക് കഴിക്കാം എന്നുള്ള പറയുമ്പോൾ ഇല്ലില്ല നീ വിഷയം മാറ്റണ്ട മോളെ, അതൊക്കെ പോട്ടെ, നമുക്ക് ഇനിയും ജീവിതം മുന്നോട്ടുണ്ട്, അതൊക്കെ നമുക്ക് മറക്കാം എന്ന് പറയുമ്പോൾ ഹീറോയിൻ വീണ്ടും വേറെന്തൊക്കെയോ വിഷയം സംസാരിക്കുമ്പോൾ അവളുടെ അച്ഛൻ പറയുന്നുണ്ട് മോളെ എനിക്ക് നീ മാത്രമേ ഉള്ളൂ, ഇനി നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലേ പിന്നെ എന്നെ കൊണ്ട് അത് താങ്ങാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഇവരുടെ ഫാമിലി ഫോട്ടോയിൽ നമ്മുടെ ഹീറോയിന് ഒരു സഹോദരി ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം നമ്മുടെ പാസ്റ്റർ ജെയിംസ് ഉണ്ടല്ലോ, അവനിപ്പോ ഇവിടെ അടുത്ത് ഒരു വലിയ ചർച്ച് പണിയുന്നല്ലോ, ആ ഒരാളെ കാണാനായിട്ട് പോവാണ്. ഇയാളാണ് ഇപ്പോ നമ്മുടെ ജെയിംസ് നടത്തുന്ന ആ ഒരു ചെറിയ ചർച്ചും പണിഞ്ഞിട്ട് ജെയിംസിനെ അവിടേക്ക് ജോലിക്ക് വെച്ചിട്ടുള്ളത്. അങ്ങനെ ജെയിംസ് ആരും നേരെ അകത്തേക്ക് കയറി വരുമ്പോൾ അയാള് ഹേയ് ജെയിംസ് ബാബാ ഇരിക്കി, നമ്മുടെ ചെറിയ ചർച്ചിലേക്കുള്ള രജിസ്ട്രേഷനൊക്കെ എങ്ങനെ നടക്കുന്നു? അതൊന്നും കുഴപ്പമില്ല സാർ ഇതെല്ലാം പറയുമ്പോൾ അല്ല ഇവിടെ പുതിയ ചർച്ച് പണിയുന്നുണ്ടോ? ഓ നീ പോസ്റ്റർ കണ്ടിരുന്നു അല്ലേ? ആ അതെ പണിയുന്നുണ്ട്, എന്തായാലും പണി കഴിഞ്ഞിട്ട് ഒരു നല്ല പാസ്റ്ററിനെ അവിടേക്ക് വെക്കണം, നീ ആരെയാ ശുപാർശ ചെയ്യുന്നേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ജെയിംസിന് വല്ലാണ്ടായി പോകുന്നത്. വേറെ ഒന്നുമല്ല, ജെയിംസ് വിചാരിക്കുന്നത് അവനെ തന്നെ ഇവിടെയുള്ള പാസ്റ്ററായിട്ട് നിയമിക്കുമെന്നാണ്. പക്ഷെ ഇപ്പൊ അയാള് ജെയിംസിനെ പാസ്റ്ററായിട്ട് എടുക്കാനായിട്ട് തീരുമാനിക്കുന്നില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് ജെയിംസിനോട് തന്നെ ഒരു നല്ല പാസ്റ്ററെ കണ്ടുപിടിച്ച് തനിക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ പറയുന്നത്. ജെയിംസിനാണെങ്കിൽ അതിന് മറുത്തൊന്നും പറയാനും കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ജെയിംസ് ഓക്കെ സാർ ഞാൻ എന്തായാലും അതിനെപ്പറ്റി പിന്നീട് പറയാം എന്ന് പറഞ്ഞിട്ട് ആകെ വിഷമിച്ച് ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരും. അങ്ങനെ താഴേക്ക് വരുന്ന സമയത്താണ് ഈ ഒരു പാസ്റ്ററിന്റെ മകൻ ഇതിനകത്തേക്ക് കയറി വരുന്നത്. എന്നിട്ട് നമ്മുടെ ജെയിംസിനെ കാണുമ്പോൾ ഹേയ് ജെയിംസ് കുറെ നാളായല്ലോ കണ്ടിട്ട്, അല്ല ഇവിടെ എന്താ? ഞാൻ നിന്റെ അച്ഛനെ കാണാൻ വന്നതാണ്. ഓ അച്ഛനെ കാണാൻ വന്നതല്ലേ? അല്ല അച്ഛൻ ഇവിടെ അടുത്തായിട്ട് ഒരു പള്ളി പണിയുന്നുണ്ട്, നിങ്ങളുടെ പള്ളിയുടെ അടുത്ത് തന്നെയാണ്, നീ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ജെയിംസ് പറയും അതെ അറിഞ്ഞു. അപ്പോഴേക്കാണ് അവൻ പറയുന്നത് ഇല്ല സഭയിലുള്ള എല്ലാവരും പറയുന്നത് ആ ഒരു ചർച്ച് ഞാൻ നടത്തിക്കൊണ്ട് പോകണമെന്നാണ്, പക്ഷെ എനിക്കൊരിക്കലും ഈ ഒരു പാസ്റ്റർ ആവാനോ ചർച്ച നടത്താനോ ഇതിനൊന്നും താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ജെയിംസ് പറയും പക്ഷെ ഞാൻ നിന്റെ അച്ഛനെ സംസാരിച്ചപ്പോൾ നിന്റെ അച്ഛൻ പറഞ്ഞു ഒരു നല്ല പാസ്റ്ററെ കണ്ടുപിടിച്ചുകൊണ്ട് വരാനായിട്ട്, അത് എന്നോടാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ അവിടെ നിൽക്കുന്നവൻ പറയും എന്ത് പുതിയൊരു പാസ്റ്ററോ? നിങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ നല്ലൊരു പാസ്റ്റർ പിന്നെ വേറെ കൊണ്ടുവരേണ്ട ആവശ്യം എന്താ? എന്തായാലും ജെയിംസിനെ പറ്റി ഞാൻ അച്ഛനോട് പറയാം, ജെയിംസ് തന്നെ ഇത് നടത്തിക്കൊണ്ട് പോയാൽ മതി എന്നും പറഞ്ഞിട്ട് ആ ഒരു പയ്യൻ മുകളിലേക്ക് കയറി പോവാണ്. അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ ജെയിംസ് പാതിയെ വിഷമിച്ച് താഴേക്ക് ഇറങ്ങി വന്നിട്ട് അത് കഴിഞ്ഞ് നേരെ ചർച്ചിലേക്ക് പോയിരുന്നു.
നല്ലതുപോലെ പ്രാർത്ഥിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ആ ഒരു പുതിയ ചർച്ച് പണിയുമ്പോഴത്തേക്കും അവിടെയുള്ള പാസ്റ്ററായിട്ട് തന്നെ നിയമിക്കണം. അതിനുള്ള വഴി ദൈവം തന്നെ എനിക്ക് കാണിച്ചു തരണം എന്നെല്ലാം പറഞ്ഞ് അവൻ ഒരുപാട് നേരം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോഴേക്കാണ് പെട്ടെന്ന് വീട്ടിൽ നിന്ന് അവന്റെ ഭാര്യ അവനെ വിളിക്കുന്നത്. അവനായാലും അവളോട് അല്ല എന്തു പറ്റി, എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത്, നമ്മുടെ കുട്ടിയെ ടേക്ക് കെയറിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിരുന്നു, അവള് നിന്നോടൊപ്പം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജെയിംസ് പറയും എന്നോടൊപ്പം. അതെ, നിങ്ങളടുത്ത് തന്നെ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ഒരു റീയൂണിയന് പോവാണ്, അവളെ വന്ന് കൂട്ടിക്കൊണ്ട് പോണോന്ന്. അപ്പോഴാണ് ജെയിംസ് ആലോചിക്കുന്നത്, അവൻ മറന്നുപോയി, സോറി, എനിക്ക് കുറച്ച് ജോലികളുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അവളെ വിളിക്കാൻ പോയില്ല എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ഭാര്യ പറയും, അങ്ങനെയാണെങ്കിൽ നമ്മുടെ മകളെ ടേക്ക് കെയറിൽ കാണാനില്ല, ഞാനിപ്പോ അവളെ വിളിക്കാൻ വന്നപ്പോഴത്തേക്കും അവിടെ അവളെ കാണാനില്ല എന്നാണ് പറഞ്ഞത് എന്നുകൂടി പറയുന്നത് നമ്മുടെ ജെയിംസ് നല്ലതുപോലെ പേടിക്കും. അപ്പൊ ആ ഒരു ഭാര്യ പറയും, അതുപോലെ അവര് പറഞ്ഞെന്താണെന്നറിയോ, വേറെ ഏതോ ഒരാൾ വന്നിട്ടാണ് അവളെ കൊണ്ടുപോയെന്നാണ്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ മകളെ ആരും തട്ടിക്കൊണ്ടുപോയി എന്നാ ഒരു ഭാര്യ പറഞ്ഞിട്ട് പെട്ടെന്ന് കരയാൻ തുടങ്ങും. ഇതിന് കാരണക്കാരൻ നീയാണെന്നും പറഞ്ഞ് അവള് നല്ലതുപോലെ കരയാൻ തുടങ്ങുന്നതും ഇവിടെയാണ് നമ്മുടെ ജെയിംസിനെ ഒരു കാര്യം ഓർമ്മ വരുന്നത്. നേരത്തെ ഒരുത്തൻ ഇവിടേക്ക് കയറി വന്നല്ലോ, അവന്റെ കാലിലാണെങ്കിൽ ആ ഒരു ട്രാക്കിംഗ് ഡിവൈസ് ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ അവനൊരു കുറ്റവാളിയാണെന്നുള്ള കാര്യം ജെയിംസിന് മനസ്സിലായി. അവൻ ആ ഒരു പ്രിന്ററിന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു പ്രിന്ററിൽ അയാളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു, പക്ഷേ അതിലേക്ക് വെള്ളം വീണിട്ട് അയാളുടെ മുഖം വ്യക്തമല്ല. അതുപോലെ ആ ഒരു ടേബിളിലിരിക്കുന്ന ജെയിംസിന്റെ കുട്ടിയായിട്ടുള്ള ഒരു ഫോട്ടോ അതും ഇങ്ങനെ മറിഞ്ഞു കിടപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ അവൻ തന്നെയാണ് തന്റെ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയത് എന്ന് മനസ്സിലാക്കി നമ്മുടെ ജെയിംസ് പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നത്. ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോഴത്തേക്കാണ് അവൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവൾ എന്തോ ഒരു സ്വപ്നം കാണുന്നു. അവിടെയാണ് ഒരു ട്വിസ്റ്റ്. നമ്മുടെ ഹീറോയിൻ ഈ ഓഫീസറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന ആ ഒരു സമയത്ത് അവളുടെ സഹോദരി ഇപ്പൊ പെട്ടെന്ന് അവളെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് അവൾ എന്തോ പേടിച്ചതുപോലെ സംസാരിക്കുന്നു. കാണിക്കുമ്പോഴത്തേക്കും അവളുടെ മുഖത്ത് നല്ല മുറിവുകളുണ്ട്. അതേപോലെ തന്നെ അവളെ കെട്ടിയിട്ടിട്ട് അവളുടെ മുന്നിലിരുന്ന ഒരുത്തൻ ആ ഒരു ഫോൺ ഇങ്ങനെ വെച്ചു കൊടുക്കാണ്. അത് വേറെ ആരുമല്ല, നേരത്തെ കാണിച്ച ആ ഒരു കുറ്റവാളി അവനാണ്. അപ്പൊ എന്താണ് സംഭവിച്ചെന്ന് വെച്ചാല് ആ ഒരു കൊലയാളി ഹീറോയിന്റെ സഹോദരിയെ ഒരു കാലത്ത് തട്ടിക്കൊണ്ടു പോയിട്ട് അവള് നല്ലതുപോലെ തന്നെ ഉപദ്രവിക്കുമായിരുന്നു. അതിനുശേഷം എന്താണ് സംഭവിച്ചത് നമുക്കിപ്പോ കാണിച്ചു തരുന്നില്ല. ആ ഒരു കാര്യങ്ങളെല്ലാം ഹീറോയിൻ അങ്ങനെ ആലോചിച്ച് നോക്കാണ്. ആ ഒരു സമയത്താണ് ഇവിടെ നമ്മുടെ പാസ്റ്റർ ജെയിംസിനെ കാണിക്കുമ്പോൾ ജെയിംസ് എങ്ങനെയോ ആ ഒരു കൊലയാളി ഉണ്ടല്ലോ അവന്റെ വീട് കണ്ടുപിടിച്ചു. എന്നിട്ട് അതിന്റെ വെളിയിൽ വണ്ടി കൊണ്ട് നിർത്തി മുന്നിലേക്ക് നോക്കുമ്പോഴത്തേക്കും ആ ഒരു കൊലയാളി ഇപ്പോ തന്റെ വാനും എടുത്ത് അതിന് പുറകിൽ എന്തോ ഒരു കവർ കൊണ്ടുവയ്ക്കുന്നു. അതേപോലെ തന്നെ ഒരു ഷവലുണ്ട്. ആ ഒരു ഷവലും പിടിച്ച് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ജെയിംസിന് മനസ്സിലായി തന്റെ മകളെ കൊന്നിട്ട് അവൻ എവിടെയോ കുഴിച്ചു മൂടാൻ പോവാണെന്ന്. അതുകൊണ്ട് തന്നെ അവൻ കാറിൽ ഒളിച്ചിരുന്ന് ഇപ്പൊ പോലീസിനെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം പറയും, സാർ എന്റെ പേര് ജെയിംസ് എന്നാണ്, ഞാൻ ഇതുപോലെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു കുറ്റവാളിയുടെ വീടിന് വെളിയിലാണ് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു പോലീസുകാരൻ ചോദിക്കും, ഓക്കെ അതിനിപ്പോ എന്താണ്, നിങ്ങൾ വിളിച്ച കാര്യം പറയുമ്പോൾ ഇല്ല സാർ, എന്റെ മകളെ ഇന്ന് മുതൽ കാണാതായി, എനിക്ക് സംശയമുള്ളത് ഈ ഒരു കുറ്റവാളിയാണ്, അയാളാണെങ്കിൽ ഇതിനു മുന്നേയും ഒരു പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയി കൊന്നതിനാണ് അയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴാണെങ്കിൽ അയാളുടെ കയ്യിൽ ഒരു ഷവലുണ്ട്, അയാൾ എന്തോ ചെയ്യാൻ പോകുന്നുണ്ടെന്ന് മനസ്സിലായി എന്നുള്ള കാര്യം ഈ ഒരു പോലീസുകാരോട് പറയുമ്പോൾ ആ ഒരു പോലീസുകാരനായാലും വലിയ രീതിയിലൊന്നും അതിനെപ്പറ്റി ചോദിക്കുന്നില്ല. അതുമല്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഫോൺ അങ്ങ് കട്ടാവുകയും ചെയ്യുന്നു. ഫോൺ കട്ടാവുന്നതല്ല, സോറി, നമ്മുടെ പാസ്റ്ററിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നതാണ്. അങ്ങനെ പാസ്റ്റർ പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കും ആ ഒരു കൊലയാളിയാണെങ്കിൽ ഇപ്പോൾ വാന് കൊടുത്ത് മറ്റെവിടേക്ക് പോകുന്നു. പാസ്റ്റർ പുറകെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ കുറെ ദൂരം ഒരുപാട് സമയമായിട്ട് ആ ഒരു കൊലയാളിയെ നമ്മുടെ ജെയിംസ് ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരിടത്ത് എത്തുമ്പോഴത്തേക്കും ഈ രണ്ട് വഴിയായി. അതുപോലെ ആ ഒരു കൊലയാളി കുറെ ദൂരം പോയതുകൊണ്ട് തന്നെ ഇപ്പൊ ഏത് വഴിയാണ് പോയതെന്ന് നമ്മുടെ ജെയിംസിന് അറിയാൻ കഴിയുന്നില്ല. ഓക്കെ, എന്തായാലും ഈ ഒരു വഴിയായിരിക്കും പോയതെന്ന് പറഞ്ഞ് അടുത്ത് വലിയൊരു മലയുടെ ഭാഗമുണ്ട്, അവിടേക്ക് ഇങ്ങനെ കയറിപ്പോവും. അങ്ങനെ കുറേ ദൂരം അതിലൂടെ ഓടിച്ച് ഒരിടത്ത് എത്തുമ്പോഴത്തേക്കും ആ ഒരു വാൻ ഇപ്പൊ കാണാൻ കഴിയുന്നില്ല. തന്റെ മകൾക്ക് എന്ത് സംഭവിച്ച ആ ഒരു കൊലയാളി തന്നെയാണോ അവളെ തട്ടിക്കൊണ്ട് പോയത് ഒന്നും അറിയാൻ കഴിയാതെ ജെയിംസ് അവിടെ കാറ് നിർത്തുന്ന സമയത്താണ് പെട്ടെന്ന് പുറകില് ആ ഒരു കൊലയാളിയുടെ വാൻ വന്നിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു കൊലയാളിക്കറിയാം തന്നെ ഇവൻ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാണ് അവൻ മനഃപൂർവ്വം അവിടെ നിന്ന് മാറിപ്പോയിട്ട് ഇപ്പോൾ നമ്മുടെ ജെയിംസിനെ ഫോളോ ചെയ്ത് വരുന്നത്. അപ്പോൾ ജെയിംസ് ഈ ഒരു കാര്യം കണ്ട് പെട്ടെന്ന് തന്റെ ഫോണ് സ്വിച്ച് ഓൺ ആക്കാണ്. കാണിക്കുമ്പോഴത്തേക്കും ഫോൺ സ്വിച്ച് ഓൺ ആവുന്നുണ്ട്. ആ ഒരു സമയത്ത് ഈ ഒരു കൊലയാളി പതിയെ ഇവന്റെ കാറിനടുത്തേക്ക് വന്നിട്ട് ഗ്ലാസ് വഴി നോക്കുമ്പോഴത്തേക്കും ജെയിംസ് ആ ഒരു പാസ്റ്റർ ആണെന്ന് അവൻ അറിയാം. അതുകൊണ്ട് തന്നെ ഏയ് പാസ്റ്റർ, നിങ്ങളിവിടെ എന്താ ചെയ്യുന്നത്, നിങ്ങളെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നെല്ലാം പറയുമ്പോഴത്തേക്കാണ് ജെയിംസിന്റെ ഫോൺ അങ്ങ് സ്വിച്ച് ഓൺ ആവുന്നു. അതിൽ അവന്റെ ഫാമിലിയുടെ ഫോട്ടോ കാണുന്നതും ഈ ഒരു കൊലയാളിക്ക് എന്തോ ഒരു മുഖം മാറ്റം. അവനാണെങ്കിലും ഓക്കെ ഞാനിപ്പോ വീട്ടിലേക്ക് പോവാണ് എന്നും പറഞ്ഞിട്ട് അയാൾ മുഖം ഒരു വല്ലാത്ത രീതിയിൽ വെച്ചിട്ട് തന്റെ വാനിനടുത്തേക്ക് നടന്നു വരുമ്പോഴത്തേക്കും നമ്മുടെ ജെയിംസ് പെട്ടെന്ന് കാറിൽ നിന്നിറങ്ങി ഓടി അവന്റെ വാനിനടുത്തേക്ക് ചെന്നിട്ട് ജെയിംസിന്റെ മകളുടെ പേര് വിളിച്ച് ആ ഒരു വാനിനകത്തെല്ലാം ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എവിടെയും കാണുന്നില്ല. അപ്പൊ ആ ഒരു കൊലയാളിയാണെങ്കിലും പതിയെ തന്റെ വാനിലേക്ക് കയറി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് അപ്പോഴേക്കാണ് ജെയിംസ് അവന്റെ കാല് ശ്രദ്ധിക്കുന്നത്. ആ ഒരു കാലില് ആ ഒരു ട്രാക്കിംഗ് ഡിവൈസ് ഉണ്ടല്ലോ അതിപ്പോ കാലിൽ കാണാനില്ല. ഇതുകൂടി കാണുമ്പോഴത്തേക്കും ജെയിംസ് നല്ലതുപോലെ പേടിച്ചിട്ട് തന്റെ വണ്ടിയുടെ അടുത്തേക്ക് ഓടിപ്പോയി ഡോറ് തുറന്ന് അകത്തേക്ക് കയറാണ്ട് ശ്രമിക്കുമ്പോൾ പുറകെ തന്നെ ആ ഒരു കൊലയാളി വന്ന്
ഇപ്പോൾ ജെയിംസിനെ വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് ജെയിംസിനെ നല്ലതുപോലെ ഇടിക്കുന്നുണ്ട്. ഇടിച്ചിടിച്ച് അവസാനം ആ ഒരു കൊലയാളിയുടെ വാനിനടുത്തേക്ക് കൊണ്ടുവന്ന് അവന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ജെയിംസ് പെട്ടെന്ന് എന്താ ചെയ്തെന്ന് വെച്ചാല് അവനെ പിടിച്ച് സൈഡിലേക്ക് ഒരു ഒറ്റയേറ്, അതുമല്ല അവന്റെ മുഖത്താണെങ്കിൽ ആ ഒരു റെയിൻകോട്ടും പിടിച്ചിങ്ങനെ വെച്ചു കൊടുക്കും. അപ്പോൾ ആ ഒരു കൊലയാളി താഴേക്ക് വീണ് പെട്ടെന്ന് എഴുന്നേറ്റി റെയിൻകോട്ട് മാറ്റുന്ന സമയത്ത് ബാലൻസ് വിട്ട് പെട്ടെന്ന് അടുത്തുള്ള ആ ഒരു കുഴിയിലേക്ക് മറിഞ്ഞങ്ങ് വീഴും. എന്നിട്ട് ഉരുണ്ട് നേരെ താഴേക്ക് ചെന്ന് ഒരു കല്ലിലേക്ക് വന്ന് തലകൊണ്ട് ഒരു ഒറ്റയിടി ആ ഒരു കൊലയാളി ഇപ്പോൾ അനങ്ങാതെ ഇങ്ങനെ കിടക്കാണ്. അങ്ങനെ ജെയിംസ് ആയാലും ഈ ഒരു കാര്യം കണ്ട് പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വന്നിട്ട് അയാൾക്ക് ജീവനുണ്ടോ ഇല്ലെന്ന് നോക്കുമ്പോൾ അനക്കമില്ലാതെ ഇങ്ങനെ കിടക്കുന്നു. തലയിൽ നിന്ന് ഒരുപാട് രക്തം താഴേക്ക് വീഴുന്നുണ്ട്. അപ്പോഴേക്കും പോലീസിനെ വിളിക്കാമെന്നും പറഞ്ഞ് 911 കോൾ ചെയ്യാനായിട്ട് വരുമ്പോൾ അവന്റെ ഭാര്യ ഇപ്പോൾ പെട്ടെന്ന് അവനെ വിളിക്കാണ്. അപ്പൊ അവനായാലും ഫോൺ എടുത്ത് ചെവിയിൽ വെക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഭാര്യ പറയുന്നത്, ഓ നമ്മുടെ മകളെ കണ്ടുപിടിച്ച, അവൾക്ക് കുഴപ്പമൊന്നുമില്ല, വേറെ ഒന്നുമല്ല, അവളുടെ സുഹൃത്തിന്റെ അച്ഛൻ നമ്മളെ കാണാത്തത് കൊണ്ട് തന്നെ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയതാണ്, ഇപ്പൊ എന്തായാലും അവള് വീട്ടിലുണ്ട് എന്ന് പറയുന്നതും എന്റെ പൊന്നോ, ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇതുപോലെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഇപ്പൊ അതിന്റെ പേരിൽ ഏതോ ഒരു കൊലയാളി ഇതേ ഇവിടെ മരിച്ചും കിടക്കുന്നു. ഒടുക്കത്തെ ട്വിസ്റ്റ് ആയിപ്പോയി. അങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് അന്തം വിട്ട് നമ്മുടെ ജെയിംസ് ആയാലും അടുത്തുള്ള ആ ഒരു മലയിലേക്ക് നോക്കുമ്പോൾ അവിടെ എന്തോ ഒരു മുഖം ഇങ്ങനെ കാണുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, യേശുവിന്റെ മുഖം പോലെയാണ് അവന് തോന്നുന്നത്. അത് അവൻ ആരാധിക്കുന്ന അവന്റെ ദൈവമായിട്ടുള്ള യേശുവിന്റെ മുഖമാണ് ആ ഒരു മലയിൽ ഇടിമിന്നലിൽ അവൻ കാണുന്നത്. അങ്ങനെ ഇതുകൂടി കാണുന്നത് ജെയിംസ് ഇവരുടെ ചർച്ചിന്റെ ഭാഗമായിട്ടുള്ള ആ ഒരു റെയിൻകോട്ട് ഉണ്ടല്ലോ, അത് അവന്റെ ദേഹത്ത് നിന്ന് വലിച്ചൂരിയിട്ട് ഇപ്പൊ ആ ഒരു കൊലയാളിയെ തള്ളി ആ ഒരു കുഴിയുടെ ഭാഗത്തേക്ക് കൊണ്ടുവച്ച് താഴേക്ക് അങ്ങ് തള്ളിയിടും. എന്നിട്ട് ആ ഒരു റെയിൻകോട്ടും എടുത്ത് പെട്ടെന്ന് മുകളിലേക്ക് വന്ന് തന്റെ വണ്ടിയിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെട്ട് അങ്ങ് പോവാണ്. അങ്ങനെ ഇന്നലെ രാത്രി ആ ഒരു മഴയിൽ വലിയൊരു സംഭവം തന്നെ അവിടെ നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിപ്പോ അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനായാലും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ സ്റ്റേഷനിലേക്ക് വരികയാണ്. അപ്പൊ അവളുടെ അസിസ്റ്റന്റ് പെട്ടെന്ന് വന്നിട്ട്, മേഡം നമുക്ക് പുതിയൊരു കേസ് വന്നിട്ടുണ്ട്, അതിന്റെ ചർച്ചയിലാണ്, ബാ നമുക്ക് അകത്തേക്ക് പോകാന്നും പറഞ്ഞ് ഹീറോയിനെ കൊണ്ട് നേരെ അകത്തേക്ക് പോകുമ്പോഴത്തേക്കും ഹീറോയിൻ ഈ ഒരു ക്രൈം ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അവളായാലും ആ ഒരു കേസ് എന്താണെന്ന് അറിയാൻ വേണ്ടി അവിടേക്ക് ചെന്നിരിക്കുമ്പോൾ ഇന്നലെ രാത്രി നമുക്കൊരു കോൾ വന്നിരുന്നു. ഇതുപോലെ ആ ഒരു ചർച്ചിലെ പാസ്റ്റർ ആയിട്ടുള്ള ജെയിംസ് എന്ന് പറഞ്ഞ ഒരാള് 2 തവണ ശിക്ഷിക്കപ്പെട്ട ലൈംഗിക കുറ്റവാളിയായിട്ടുള്ള യാങ്റേ എന്ന് പറഞ്ഞ ആ ഒരു കുറ്റവാളിയെ സംശയമുണ്ടെന്നും തന്റെ മകളെ അയാൾ തട്ടിക്കൊണ്ട് പോയിരിക്കാം എന്നുള്ള ആ ഒരു സംശയത്തില് ഇതുപോലെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു. അതേപോലെ തന്നെ ആ ഒരു കുറ്റവാളിയുടെ കാലിലാണെങ്കിൽ ഒരു ട്രാക്കിംഗ് ഡിവൈസ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രാക്കിംഗ് ഡിവൈസും അവ മുറിച്ചു മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഇന്നലെ രാത്രി തന്നെ ഒരു മിഡിൽ സ്കൂൾ പെൺകുട്ടിയായിട്ടുള്ള ഷിൻ യെ യോങ് എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെയും ഇന്നലെ രാത്രി തന്നെ കാണാതായിട്ടുണ്ട്. എന്ന് പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ ആ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ നോക്കുമ്പോൾ ഈ ഒരു പെൺകുട്ടിയാണ് സ്റ്റാർട്ടിംഗ് സീനിൽ ആ ഒരു കുറ്റവാളി ഉണ്ടല്ലോ അവൻ ഫോളോ ചെയ്തത്. അപ്പൊ ഈ ഒരു പെൺകുട്ടിയെ കാണാതായത് എപ്പോഴാണെന്ന് വെച്ചാൽ ആ ഒരു മിഷൻ ചർച്ചിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് ആ ഒരു പെൺകുട്ടിയെ കാണാതായിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി പറയുമ്പോൾ ആ ഒരു സമയത്താണ് നമ്മുടെ ഹീറോയിൻ ഇവരെ രണ്ടുപേരെ ഫോളോ ചെയ്ത് അവരുടെ പുറകെ പോയത്. എന്നിട്ട് ഇപ്പോൾ പോലീസുകാർ പറയും, ഓക്കെ എന്തായാലും ആ ഒരു പെൺകുട്ടിയുടെ സുഹൃത്തുക്കളെ നല്ലതുപോലെ ചോദ്യം ചെയ്യും, അതേപോലെ തന്നെ ഇന്നലെ രാത്രി വിളിച്ച ആ ഒരാള് അയാളുടെ കാര്യവും തിരക്കണം എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ പോലീസിനെ അന്വേഷിക്കാനായിട്ട് പറഞ്ഞു വിട്ടേക്കാണ്. ഇപ്പൊ പോലീസ് എല്ലാം ആദ്യം തന്നെ വരുന്നത് ആ ഒരു കുറ്റവാളി താമസിച്ചിരുന്ന അവന്റെ വീട്ടിലേക്ക്. അങ്ങനെ ഇവരെല്ലാവരും ആ ഒരു വീട് കണ്ടുപിടിച്ച് അതിനകത്തേക്ക് വന്ന് നോക്കുമ്പോൾ അതിനകത്തേക്ക് കയറിയ ഒരു പോലീസുകാരൻ എന്തോ ഒരു കാര്യം കണ്ട് ഞെട്ടുന്നുണ്ട്. അതേസമയം തന്നെ ഇവിടെ നമ്മുടെ പാസ്റ്റർ ജെയിംസിനെ കാണിക്കുമ്പോൾ ജെയിംസ് തന്റെ ചർച്ചിൽ ഇന്നലെ നടന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അസ്വാഭാവികമായിട്ട് നടന്ന നരഹത്യ, അതിനെന്ത് ശിക്ഷയാണ് കിട്ടുന്നത് എന്നെല്ലാം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ അവൻ പേടിച്ചിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനും അവളുടെ അസിസ്റ്റന്റും പെട്ടെന്ന് ഈ ഒരു ചർച്ചിനകത്തേക്ക് കയറി വന്ന്, സാർ ഇന്നലെ ഞങ്ങളെ സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു, നിങ്ങളുടെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട്, അതുപോലെ ജയിലിൽ നിന്നിറങ്ങിയ ആ ഒരു കുറ്റവാളിയെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ജെയിംസ് പറയും, ഓ അയാളല്ലേ, അയാൾ ഇന്നലെ എൻ്റെ ചർച്ചിലേക്ക് വന്നിരുന്നു, അതുപോലെ ഇവിടെ അയാളുടെ പെരുമാറ്റമെല്ലാം കണ്ടപ്പോൾ കുറച്ച് സംശയമുള്ളതായിട്ട് എനിക്ക് തോന്നി, അതുപോലെ എൻ്റെ മകളുടെ ഫോട്ടോയും അയാൾ കണ്ടു. അപ്പോഴേക്കാണ് രാത്രി എൻ്റെ ഭാര്യ ഇതുപോലെ വിളിച്ചിട്ട് മകളെ കാണാനില്ല എന്നുള്ള കാര്യം പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അയാളെ സംശയിച്ച് അയാളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അയാൾ എന്തോ ഷവലും കുറെ കവറൊക്കെ ആയിട്ട് വാനിൽ എവിടേക്കോ പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ സംശയമായിട്ട് ഞാൻ ആ ഒരു കാര്യം പോലീസിലേക്ക് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ ഇവർ ചോദിക്കും, അപ്പോൾ നിങ്ങളുടെ മകൾക്ക് എന്ത് പറ്റി? ഇല്ല, അവളെ രാത്രി തന്നെ കണ്ടുപിടിച്ചു, അവളുടെ സുഹൃത്തിന്റെ അച്ഛൻ വന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോവായിരുന്നു. അപ്പോൾ നിങ്ങൾ അയാളുടെ പുറകെ പോയില്ലേന്ന് ചോദിക്കുമ്പോൾ ഇല്ലില്ല, അത് കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് പോയെന്ന് ജെയിംസ് ഇങ്ങനെ പറയും. ആ ഒരു സമയത്ത് ഹീറോയിൻ അവിടെ എല്ലാം നടക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ഇതും ജെയിംസ് കാണും. അപ്പോഴേക്കും ആ ഒരു അസിസ്റ്റന്റ് പറയും, അതുമല്ല കാണാതായിട്ടുള്ള ആ ഒരു സ്കൂൾ പെൺകുട്ടിയില്ലേ, അവളുടെ കേസും കൂടിയുണ്ട്, അതും ഈ ഒരു ചർച്ചിലേക്കാണ് അവൾ വരുന്നതെന്ന് പറയുമ്പോൾ ജെയിംസ് എന്ത് ഞങ്ങളുടെ ചർച്ചിൽ വരുന്നേ, അപ്പോൾ കാണാതായിട്ടുള്ള ആ ഒരു പെൺകുട്ടിയെ നമുക്ക് എന്തായാലും സാറാന്ന് വിളിക്കാം. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ജെയിംസിനോട് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ഹീറോയിൻ അടുത്തുള്ള ആ ഒരു മുറിക്കകത്തേക്ക് വരുന്ന സമയത്താണ് ഇന്നലെ ആ ഒരു കുറ്റവാളിയുടെ കയ്യിൽ നിന്ന് എടുത്ത ആ ഒരു റെയിൻകോട്ട് ആദ്യം ഈ ഒരു മുറിക്കകത്ത് വെച്ചേക്കാണ്. അതിനകത്താണെങ്കിൽ ചെളിയും മറ്റു കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്.
അപ്പോൾ ഹീറോയിനായാലും ഈ ഒരു റൂമിനകത്തേക്ക് കയറിയിട്ട് അവിടെയെല്ലാം നോക്കുമ്പോൾ ഈ ഒരു റെയിൻകോട്ട് മാത്രം അവൾ ശ്രദ്ധിക്കത്തില്ല. അങ്ങനെ കുറച്ചു നേരം ആ ഒരു റൂമിൽ നിൽക്കുമ്പോൾ ജെയിംസ് പറയും, ഇന്നലെ അയാൾ വന്നിട്ട് ഞാൻ ആ ഒരു ഫോം ഫില്ല് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു, പക്ഷേ അയാൾ അത് നല്ലതുപോലെ ചെയ്തില്ല എന്ന് പറയുമ്പോൾ ആ ഒരു റെയിൻകോട്ട് ഉണ്ടല്ലോ അത് താഴേക്ക് ഒന്ന് വീഴും. അപ്പോഴും ഹീറോയിൻ അത് വലിയ കാര്യമൊക്കെ അത് എടുത്ത് ആ ഒരു ചെയറിലേക്ക് തന്നെ വെച്ചിട്ട് തിരിച്ചിറങ്ങി വരും. തിരിച്ചിറങ്ങി വന്ന് അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ഇതുപോലെ ആ ഒരു റാക്കിൽ ഷൂ ഇങ്ങനെ വെച്ചേക്കുന്നു. ആ ഒരു ഷൂവിലാണെങ്കിലും ചെളി പറ്റിയിട്ടുണ്ട്. ആ ഒരു കാര്യവും ഹീറോയിൻ നോട്ട് ചെയ്യും. എന്നിട്ടൊരു സംശയത്തോടെ തന്നെ നമ്മുടെ ജെയിംസിനെ നോക്കി അധികം ഒന്നും ചോദിക്കാതെ അവർ രണ്ടുപേരും വെളിയിലേക്ക് തന്നെ പോവാണ്. അപ്പോഴേക്കാണ് നമ്മുടെ ജെയിംസ് ഇപ്പോൾ ഫോണിൽ അവിടെ ചർച്ച പണിയുന്ന ആ ഒരുത്തനുണ്ടല്ലോ അയാൾക്കൊരു മെസ്സേജ് അയക്കുന്നു, എനിക്ക് ഇതുപോലെ ഒരു കുറ്റസമ്മതം നടത്തണം അല്ലെങ്കിൽ ഒരു കുമ്പസാരം ചെയ്യണം എന്ന് പറയുമ്പോൾ അയാൾ പറയും, ഓക്കെ പെട്ടെന്ന് തന്നെ ഇവിടേക്ക് വാ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നും പറഞ്ഞിട്ട് ജെയിംസ് നേരെ അയാളുടെ അടുത്തേക്ക് ചെന്ന് താൻ ചെയ്ത ആ ഒരു കൊലപാതകം ഉണ്ടല്ലോ അതിനെപ്പറ്റി പറയാനായിട്ട് നിൽക്കുമ്പോൾ അയാളിപ്പോൾ പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് ജെയിംസിനോട് തിരിച്ച് ഒരു കാര്യം പറയാണ്. ഷെടാ ഇതെന്തോന്നാണ്, വലിയൊരു കാര്യം പറയാനായിട്ട് വന്നപ്പോൾ ഇയാൾ വേറെ എന്തൊക്കെയോ പറയുന്നു. അപ്പോൾ അയാൾ പറയുന്നത് വേറെ ഒന്നുമല്ല, അയാളുടെ മകൻ ഇവരുടെ സഭയിലുള്ള വേറെ ഏതോ ഒരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലായിട്ട് അവളെ വിവാഹം കഴിച്ചു, അതും ഇവരാരും അറിയാതെ എന്ന് പറഞ്ഞിട്ടാണ് അയാൾ ഇപ്പോൾ കരയുന്നത്. വേറെ ഒന്നുമല്ല, അയാളുടെ മകനെ ഈ ഒരു ചർച്ചിലെ ഒരു ഫാദർ ആക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ തീരുമാനിച്ചത്. പക്ഷെ തന്റെ മകൻ ഇതുപോലെ കാണിക്കുമെന്ന് അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ അവനെ എന്തായാലും ഇവിടെ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് വിട്ട് ഒരു പള്ളിയിൽ അച്ഛനാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചു എന്നെല്ലാം പറഞ്ഞിട്ടാണ് അയാൾ ഇപ്പോൾ കരയുന്നത്. അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ ജെയിംസിന് എന്തായാലും നേരത്തെ തന്നെ അറിയാം. കാരണം അവനായാലും ജെയിംസിനോട് തന്നെ വന്ന് പറഞ്ഞിരുന്നല്ലോ തനിക്ക് ഈ ഒരു ചർച്ച ഒന്നും നോക്കി നടത്താനായിട്ട് വലിയ താല്പര്യമില്ലാന്ന്. അതുപോലെ അയാൾ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ തന്റെ മകനോടുള്ള ആ ഒരു ദേഷ്യം കാരണം ഈ ഒരു ചർച്ച പണിഞ്ഞു കഴിയുമ്പോൾ അത് നോക്കി നടത്തേണ്ടത് നീയാണ് എന്ന് പറഞ്ഞ ആ ഒരു ചുമതല നമ്മുടെ ജെയിംസിനെ ഏൽപ്പിക്കും. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, ഇതെല്ലാം ദൈവത്തിന്റെ തീരുമാനമാണ്, അതുകൊണ്ടാണ് ഇതുപോലെയെല്ലാം നടക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ജെയിംസ് ഇപ്പോൾ ദൈവത്തിൽ കുറച്ചുകൂടി നല്ലതുപോലെ വിശ്വസിക്കാൻ തുടങ്ങും. അതേസമയം ഇവിടെ സ്റ്റേഷനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ആ ഒരു കുറ്റവാളിയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് ഇവര് എന്തോ ഒരു കാര്യം കണ്ട് ഞെട്ടിയാലോ, അത് വേറെ ഒന്നുമല്ല, ചുമരിൽ വരച്ചു വെച്ച ഒരു ചിത്രമാണ്. അതിപ്പോൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു സൈക്കാട്രിക് ഡോക്ടറുണ്ട്. കാരണം ആ ഒരു കുറ്റവാളിയെ ചികിത്സിച്ചത് ഈ ഒരു ഡോക്ടറാണ്. എന്നിട്ട് അയാളോട് ഈ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഇതുകൊണ്ട് എന്താണ് അവ ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനായാലും പെട്ടെന്ന് സ്റ്റേഷനകത്തേക്ക് കയറി വന്ന് ആ ഒരു സൈക്കാട്രിക് ഡോക്ടറിനെ കാണുമ്പോഴത്തേക്കാണ് അവൾ ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിച്ച് നോക്കുന്നു. എന്താണെന്ന് കാണിക്കുമ്പോൾ ഹീറോയിന്റെ സഹോദരിയെ ആ ഒരു കുറ്റവാളി ഇതുപോലെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ച് കൊല്ലുന്നതിന് മുന്നേ തന്നെ അവളുടെ സഹോദരി എങ്ങനെയോ രക്ഷപ്പെട്ട് സ്റ്റേഷനിലേക്ക് വന്ന് അവസാനം ആ ഒരു കുറ്റവാളിയെ പിടിച്ച് ഇപ്പൊ കോടതിയിൽ വന്നിട്ട് അതിനു വേണ്ടിയിട്ടുള്ള വാദങ്ങളെല്ലാം നടക്കാണ്. അപ്പോഴേക്കാണ് ആ ഒരു കുറ്റവാളിക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി ഈ ഒരു സൈക്കാട്രിക് ഡോക്ടർ അവിടേക്ക് വരും. എന്നിട്ട് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഈ ഒരു കുറ്റവാളി കുട്ടിക്കാലം മുതൽ തന്നെ അവന്റെ അച്ഛന്റെ കയ്യിൽ നിന്നും ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങി. അവന്റെ തലയ്ക്ക് എന്തുകൊണ്ട് അടിച്ചപ്പോഴത്തേക്കാണ് അവന്റെ സ്ഥിരത നഷ്ടപ്പെട്ടു പോയത്. അതുപോലെ അവന്റെ ദേഹം മുഴുവനായിട്ടും തിളച്ച വെള്ളം ഒഴിച്ച് പൊള്ളിച്ചിട്ടുണ്ട്. ഇതെല്ലാം കുട്ടിക്കാലം മുതൽ തന്നെ ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയതുകൊണ്ടാണ് അവൻ മാനസികമായിട്ടും ഈ ഒരു രീതിയിൽ മാറിപ്പോയത്. അതുകൊണ്ട് തന്നെ അവൻ നോർമലല്ല, അവനൊരു മാനസിക രോഗിയാണെന്നുള്ള രീതിയിൽ ഈ ഒരു വക്കീൽ അങ്ങനെ പറയുന്നതും ഇതെല്ലാം കേട്ട് നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഇപ്പോൾ അവരോട് പറയും, നിങ്ങൾ എന്തിനാണ് ഇതുപോലെ അവനെ സംരക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവനൊരു കുറ്റവാളിയാണ്. അവൻ ഈ ഒരു ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് പെൺകുട്ടികൾക്ക് ഇതുപോലെ സംഭവിക്കും എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ആ ഒരു വടുവൻ നമ്മുടെ ഹീറോയിനെ നോക്കി ചിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ഹീറോയിൻ പെട്ടെന്ന് അവനെ അടിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് ഓടി ചെല്ലുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരെല്ലാം കൂടി തടഞ്ഞ് ഹീറോയിനെ ഇപ്പോൾ വെളിയിലേക്ക് കൊണ്ടുപോവാണ്. അതുപോലെ ഈ ഒരു കേസിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ആ ഒരു കുറ്റവാളി മാനസിക രോഗിയാണെന്നും അതുകൊണ്ട് തന്നെ അവനെ ശിക്ഷിക്കാൻ കഴിയത്തില്ല എന്നും പറഞ്ഞിട്ടാണ് അവനെ കോടതി വെറുതെ വിടും. അപ്പൊ ഇതിനെല്ലാം കാരണവരാണ് ആ ഒരു ഡോക്ടർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഫ്ലാഷ് ബാക്ക് ആയിട്ട് കാണിച്ചതിന് ശേഷം ഇപ്പൊ ആ ഒരു ഡോക്ടർ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഹീറോയും വന്ന അയാളെ കാണും. എന്നിട്ടാണ് ആ ഒരു പഴയ കേസിന്റെ കാര്യം പറഞ്ഞ് ആ ഒരു പെൺകുട്ടിയില്ലേ അവളുടെ സഹോദരിയാണ് ഞാൻ. അതുമല്ല അന്ന് തന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ഒരു കുറ്റവാളിക്കെതിരെ അവനെ സപ്പോർട്ട് ചെയ്ത് അവനെ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെയെല്ലാം സംസാരിച്ചത്? അപ്പോൾ ആ ഒരു ഡോക്ടർ പറയും, കാരണം ആ ഒരു സമയത്തും ഞാൻ അവനെ ചികിത്സിക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു സൈക്കാട്രിക് ഡോക്ടറാണെന്ന് നിനക്കറിയത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഓ അങ്ങനെയാണല്ലേ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അവനെ ചികിത്സിക്കുന്നുണ്ടോ? ഇപ്പം ആ ഒരു കുറ്റവാളി എവിടെയാണെന്ന് പോലും നിങ്ങൾക്കറിയോ? ഇപ്പൊ ഇതെല്ലാം സംഭവിക്കുന്നത് നിങ്ങൾ കാരണമാണ്. ആ ഒരു പിശാചിനെ അന്ന് പുറത്തിറക്കിയത് കൊണ്ടാണ് ഇപ്പോഴും അതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ഒരു ഡോക്ടർ പറയും, അവനൊരു പിശാചല്ലാന്ന്. നോക്ക് ചെപ്പക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുക്കാനാണ് തോന്നുന്നത്. അയാളൊരു നല്ല മനുഷ്യനാണ്, അവന്റെ മനസ്സ് തകർന്നു എന്ന് മാത്രം. അതുകൊണ്ട് നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവനെ പറ്റി കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അവന് നല്ലതുപോലെ അറിയാൻ കഴിയും. അതുപോലെ നീ ഇത്ര ദേഷ്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. ഒന്ന് ഹീറോയുടെ കുടുംബം, രണ്ടാമത് നീ ഒരു ഡിറ്റക്റ്റീവാണ്, അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും പറയും, നിങ്ങൾ അവനെ രക്ഷിച്ച് അവനെ പുറത്തിറക്കിയതിനു ശേഷം എന്താണ് സംഭവിച്ചെന്നറിയോ? ആ ഒരു പെൺകുട്ടി അവനിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന എന്റെ സഹോദരി തനിക്കെതിരെ ഉണ്ടായിരുന്ന ആ ഒരു അക്രമം
അതിനൊരു നീതിയും അവൾക്ക് കിട്ടിയില്ല. ആ ഒരു വിഷമത്തിൽ ഒരുപാട് ദിവസം അവൾ സമൂഹത്തിൽ നാണം കഴിയേണ്ടി വന്നു. എല്ലാവരും അവളെ കുറ്റം പറയാൻ തുടങ്ങി. അതിനവസാനം അവൾ സ്വയം മരിക്കുകയാണ് ചെയ്തത്. അതിന് കാരണക്കാരനെ നിങ്ങളാണെന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ ഒരു ഉണ്ണാക്കനെ മറുപടിയൊന്നും പറയാനില്ല. അയാളായാലും പെട്ടെന്ന് കാർ എടുത്ത് അവിടെ നിന്നങ്ങ് പോവാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ജെയിംസിനെ കാണിക്കുമ്പോൾ അവന്റെ വണ്ടിയും കൊണ്ട് നേരെ ആ ഒരു ചർച്ചിനടുത്തേക്ക് വന്ന് പാർക്ക് ചെയ്ത് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അടുത്തായിട്ട് സ്ത്രീ ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് ജെയിംസിനെ കാണുമ്പോൾ ഓടി അടുത്തേക്ക് വന്നിട്ടാണ് പറയുന്നത്, ഞാൻ സാറയുടെ അമ്മയാണ് എന്നിങ്ങനെ പറയുന്നതും. അപ്പോഴാണ് ജെയിംസ്, ഓ സോറി എനിക്കറിയത്തില്ലായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു അമ്മ പറയും, എൻ്റെ മകളെ കാണാനില്ല, എന്താ സംഭവിച്ചെന്നുപോലും എനിക്കറിയത്തില്ല എന്നും പറഞ്ഞിട്ട് സാറയെ പറ്റി പറഞ്ഞ് അവർ കരയാൻ തുടങ്ങുമ്പോൾ ജെയിംസ് ആയാലും ആ ഒരു അമ്മയെ നേരെ മുകളിലേക്ക് കൊണ്ടുവന്ന് അവരോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ സമാധാനിപ്പിക്കുകയാണ്. അവൾ എന്തായാലും മരിച്ചിട്ടുണ്ടാവത്തില്ല, അവൾ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാവും എന്നെല്ലാം പറഞ്ഞ് ആ ഒരു സമയത്ത് ഇവിടെ സ്റ്റേഷനിൽ കാണിക്കുമ്പോൾ ആ ഒരു കുറ്റവാളി ഉണ്ടല്ലോ, അവൻ ഇപ്പോൾ ഈ ഒരു പട്ടണത്തിലെ പല സ്ഥലങ്ങളിലുള്ള ക്യാമറകളെല്ലാം ഈ മഴ പെയ്യുന്ന സമയത്ത് അതും രാത്രിയിൽ വന്ന് എറിഞ്ഞു പൊട്ടിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കാര്യങ്ങളെല്ലാം ഇവർ റെക്കോർഡ് ചെയ്തിട്ട് അതിങ്ങനെ കാണിച്ചു കൊടുക്കാണ്. അപ്പോൾ ഇങ്ങനെ അവൻ ഓരോ ക്യാമറകളായിട്ട് നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവൻ എന്തോ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലീസുകാർക്ക് മനസ്സിലായി. ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോവാന്നുള്ളതാണോ എന്നും ഇവർക്ക് അറിയത്തില്ല. അപ്പോഴേക്കാണ് ഇവിടെ നമ്മുടെ ജെയിംസ് സാറയുടെ അമ്മയെ കൂട്ടി അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് കാറിൽ ഇങ്ങനെ പോവാണ്. പെട്ടെന്നാണ് സാറയുടെ അമ്മയ്ക്കൊരു ഫോൺ കോൾ വരുന്നത്. അവരായാലും പെട്ടെന്ന് എടുത്ത് സംസാരിക്കുമ്പോൾ, എന്ത് കണ്ടുപിടിച്ചെന്നോ? ശരി, ഞാൻ അവളുടെ അമ്മയാണ്, ഞാൻ പെട്ടെന്ന് ആ ഒരു സ്ഥലത്തേക്ക് വരാം, നിങ്ങൾ സ്ഥലം പറഞ്ഞുതരാൻ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ജെയിംസ് ചോദിക്കും, അല്ല എന്തു പറ്റി? ഇല്ല, ആ ഒരു കുറ്റവാളിയുടെ കാറ് അടുത്തുള്ള ആ ഒരു മലയിൽ നിന്നും അവർ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ജെയിംസ് അങ്ങ് ഞെട്ടും. കാരണം അവനാണ് ആ ഒരു കുറ്റവാളിയെ കൊന്നത് തന്നെ. ഇപ്പോൾ വേറെ വഴിയില്ല, അതുകൊണ്ട് തന്നെ സാറയുടെ അമ്മയും കൂട്ടി ആ ഒരു മലയുടെ മുകളിലേക്ക് പോവാണ്. അതേസമയം ഈ ഒരു മലയുടെ മുകളിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനും അതേപോലെ തന്നെ അവളുടെ അസിസ്റ്റന്റ്, ബാക്കിയുള്ള പോലീസുകാരെ ഇവരെല്ലാവരും ആ ഒരു സ്ഥലത്ത് വന്ന് ഇങ്ങനെ അന്വേഷിക്കുകയാണ്. ഈ ഒരു വഴി ആ ഒരു കുറ്റവാളി രക്ഷപ്പെട്ട് പോയി കാണും എന്നെല്ലാം ചിലർ സംസാരിക്കുന്നുണ്ട്. ഇവരായാലും ആ ഒരു പ്രദേശം മുഴുവനായിട്ട് നല്ലതുപോലെ ഞാൻ നോക്കുന്നു. പിന്നെ അവന്റെ തലയിടിച്ചിട്ടുള്ള ആ ഒരു രക്തം ഇതൊന്നും എന്തായാലും കാണാൻ കഴിയത്തില്ല. കാരണം രാത്രിയിൽ നല്ല മഴയായതുകൊണ്ട് അങ്ങനെയുള്ള തെളിവുകളൊന്നും ഇവർക്ക് പ്രത്യേകം കിട്ടത്തില്ല. അങ്ങനെ അവരായാലും ആ ഒരു സ്ഥലമെല്ലാം ചുറ്റി നടന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കാണ് സാറേ എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഇവിടേക്ക് വന്ന് ഇപ്പൊ അകത്തേക്ക് കയറ്റി വിടാൻ പറഞ്ഞിട്ട് അവർ നല്ലതുപോലെ ബഹളം ഉണ്ടാക്കുന്നു. അപ്പോഴേക്കും തന്നെ അവിടേക്ക് ബാക്കി പോലീസുകാർ, നമ്മുടെ ഹീറോയിൻ എല്ലാവരും വന്ന് നിൽക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ ജെയിംസ് ഇവരുടെ മുന്നിലേക്ക് വന്നിട്ടാണ്, സാർ ഇത് സാറയുടെ മാതാപിതാക്കളാണ്, ഞങ്ങളെ കൂടി ഇന്ന് അകത്തേക്ക് വിടാവോ? നിങ്ങൾ ഇപ്പോൾ അന്വേഷിച്ചിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചോ? മൃതദേഹം വല്ലോ നിങ്ങൾ കണ്ടുപിടിച്ചോ എന്ന് പെട്ടെന്ന് അങ്ങ് ചോദിച്ചു പോവും. അറിയാതെ ചോദിച്ചു പോയതാണ്. ഇത് കേൾക്കുമ്പോൾ അവിടെയുള്ള പോലീസുകാരെല്ലാം കൂടി ജെയിംസിനെ അങ്ങനെ നോക്കുന്നുണ്ട്. കാരണം മൃതദേഹം കണ്ടുപിടിച്ചോ ഇല്ലയോ എന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരാള് മരിച്ചെന്നറിയാവുന്ന ഒരാൾ മാത്രമല്ലേ അങ്ങനെ ചോദിക്കത്തുള്ളൂ. ആ ഒരു സംശയത്തിൽ എല്ലാവരും കൂടി ചോദിക്കുമ്പോഴത്തേക്കും സാറയുടെ അമ്മ വിചാരിക്കും അവരുടെ മകൾ മരിച്ച കാര്യമാണ് പറയുന്നത് എന്നും പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് കരയാൻ തുടങ്ങുമ്പോൾ പോലീസുകാരുടെ ശ്രദ്ധയെല്ലാം ഇങ്ങോട്ട് മാറും. അതുകൊണ്ട് ഒരു വിധത്തിൽ ജെയിംസ് ഇപ്പോൾ രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. പക്ഷെ ഹീറോയിന് അവൻ എന്തോ ഒരു സംശയമുണ്ട്. അങ്ങനെ ജെയിംസ് തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് ബാക്കിയുള്ള പോലീസുകാർ പറയുന്നുണ്ട്, ഇപ്പോൾ തെളിവുകളൊന്നും നമുക്ക് കിട്ടുന്നില്ല, കാരണം മഴ പെയ്തത് കൊണ്ട് തന്നെ എല്ലാ തെളിവുകളും നശിച്ചു പോയിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ജെയിംസിന് കുറച്ചെങ്കിലും ആശ്വാസമാവുന്നത്. അത് കഴിഞ്ഞിട്ട് ജെയിംസ് നേരെ അവന്റെ ഭാര്യയെ വിളിച്ച് ഇപ്പോൾ വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അതിനു മുന്നേ കാറിലിരുന്നിട്ട് അവൻ പറയും, ഓക്കെ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഞാൻ ഏറ്റു പറഞ്ഞ് ദൈവം എന്നെ എന്തായാലും ക്ഷമിച്ചു, അതേപോലെ നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ എന്നിങ്ങനെ ചോദിക്കും. ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദിക്കുന്നത്, വേറെ ഒന്നല്ല അവളുടെ അവിഹിതത്തെ പറ്റി. പക്ഷെ അവള് പറയും, ഇല്ല എനിക്ക് അങ്ങനെയൊന്നും പറയാനില്ല, നിങ്ങൾ എന്തായി പറയുന്നതല്ല ചോദിക്കുമ്പോൾ അവൻ വീണ്ടും ഒരു തവണ കൂടി, അതെ നമ്മുടെ ജീവിതത്തിൽ പല തെറ്റുകളും ചെയ്യും, അതിൽ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാകത്തില്ല, ഞാനത് ചെയ്തിട്ടുണ്ട്, നീയോ അത് ചെയ്യണമെന്ന് പറയുമ്പോൾ അവൾ അപ്പോഴും ഇല്ലാന്ന് പറയും. അപ്പോഴേക്കും അവന് നല്ല ദേഷ്യം വന്നിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കാണ് അവൾക്ക് മനസ്സിലാവുന്നത് അവളുടെ അവിഹിത എന്തായാലും ഇവൻ കണ്ടുപിടിച്ചു എന്ന്. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ അവൾ ചെയ്ത തെറ്റ് ഏറ്റു പറയാണ്. അതുകൊണ്ട് തന്നെ ഇവൻ ആ ഒരു ദൈവത്തിനോടെല്ലാം പ്രാർത്ഥിച്ച് അവസാനം അവളെ ക്ഷമിക്കുകയും കൂടി ചെയ്യാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവര് രണ്ടുപേരും നേരെ പോകുന്നത് ഒരു വലിയ ഹോസ്പിറ്റലിലേക്കാണ്. ഹോസ്പിറ്റലാണോ ഒരു അസിസ്റ്റന്റ് സെന്ററോ അങ്ങനെ എന്തോ ആണ്. കാരണം ഇവിടെ ഒരുപാട് രോഗികളുണ്ട്. സോറി, ഇത് ഈ വയസ്സായിട്ടുള്ള ആളുകളുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഇവിടേക്ക് ഈ ഒരു പാസ്റ്റർമാരുടെ ഭാര്യമാരെല്ലാം മാസാമാസം വന്നിട്ട് ഇതുപോലെ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തും. അവിടേക്കാണ് നമ്മുടെ ജെയിംസ് അവന്റെ ഭാര്യയെ കൊണ്ട് വന്നിട്ടുള്ളത്. അതുപോലെ ഇവർ വരുന്ന വഴിക്ക് തന്നെ ഒരു ആംബുലൻസ് അവിടെയുള്ള റോഡിൽ കേടായി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കാണ് ഇവിടെയുള്ള ഒരു നേഴ്സ് പറയുന്നത്, ഓ ഞങ്ങളൊരു ആംബുലൻസിനെ വിളിച്ചിരുന്നു, നിങ്ങൾ വരുന്ന വഴിക്ക് കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ അത് അവിടെ കേടായി കിടപ്പുണ്ട്, അല്ല എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവിടെയുള്ള ആ ഒരു ലേഡി പറയും, വേറൊന്നുമല്ല, ഇന്നലെ രാത്രി ഒരാള് ദേഹത്തെല്ലാം മുറിവായിട്ട് ഇവിടേക്ക് വന്ന് കയറിയിരുന്നു, അയാൾക്കാണെങ്കിൽ ഇപ്പോൾ നല്ല ബോധമില്ല, ഞങ്ങളാണെങ്കിൽ കട്ടിലിൽ കിടത്തിയേക്കാണ്,
ഈ ഒരു കാര്യം ഞങ്ങൾ പോലീസിനോടും പറഞ്ഞു, അതേപോലെ ആംബുലൻസും വിളിച്ചു. എനിക്ക് തോന്നുന്നു അയാൾ ആ ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീണതാണെന്ന് എന്നുള്ള കാര്യം പറയുമ്പോൾ നമ്മുടെ ജെയിംസ് പെട്ടെന്ന് ഞെട്ടാൻ തുടങ്ങും. വേറെ ഒന്നുമല്ല, ഇവരിപ്പോ ഇതിന് മുകളിൽ പിടിച്ച് കിടത്തിയിരിക്കുന്നത് നമ്മുടെ ആ ഒരു കുറ്റവാളിയാണ്. അങ്ങനെ ഇത് മനസ്സിലാക്കുന്നത് നമ്മുടെ ജെയിംസ് അവന്റെ ഭാര്യയെ ബാക്കിയുള്ള സ്ത്രീകളോടൊപ്പം പറഞ്ഞു വിട്ടിട്ട് എനിക്ക് കുറച്ച് ജോലിയുണ്ടെന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് ഇവരാരും കാണാതെ മുകളിലത്തെ ആ ഒരു മുറിയിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അവിടേക്ക് ചെന്നിട്ടാണ് ആ ഒരു കട്ടിലിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കറക്റ്റായിട്ട് ഇതാ ഒരു കുറ്റവാളി തന്നെയാണ്. ഇവൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് അറിയത്തില്ല, എന്തായാലും അവൻ മരിച്ചിട്ടില്ലല്ലോ. അപ്പൊ ജെയിംസ് ആയാലും പതി അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് കുറെ നേരം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും അവൻ എന്തോ ഒരു കാര്യം പറയുന്നുണ്ട്. ആ ഒരു പാസ്റ്റർ അയാളാണ് എന്നെ തള്ളിയിട്ടത് എന്നെല്ലാം. അപ്പൊ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ജെയിംസ് അവന്റെ അടുത്തേക്ക് ചെവി വെച്ചത് എന്താണെന്ന് കേൾക്കുമ്പോൾ ആ ഒരു പാസ്റ്ററാണ് എന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ചത് എന്നാണ് പറയുന്നത്. ഇതുകൂടി കേൾക്കുന്നതും ജെയിംസ് നല്ലതുപോലെ പേടിച്ചിട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആ ഒരു ജനാലയുടെ പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ആകാശത്ത് മേഘങ്ങൾക്കിടയിലായിട്ട് നല്ലൊരു വെളിച്ചം. അവിടെയും അവൻ ആ ഒരു ദൈവത്തെ കാണുന്നുണ്ട്, വേറൊന്നുമല്ല. ഇപ്പൊ ഓരോ തവണയും ഇതുപോലെ ദൈവത്തെ കാണുമ്പോൾ ആ ഒരു ദൈവമാണ് അവന് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ള രീതിയിലാണ് അവന് തോന്നുന്നത്. ഇതുകൂടി ആവുന്നതും ജെയിംസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ആ ഒരു കുറ്റവാളിയെ പിടിച്ച് ഒരു വീൽ ചെയറിലാക്കി അവന്റെ മുഖവും മൂടിയിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകും. അവിടെയാണ് അടുത്തൊരു ട്വിസ്റ്റ്. ജെയിംസ് ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്കും അടുത്തൊരു ബെഡിൽ ഒരു അപ്പൂപ്പൻ കിടക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു അപ്പൂപ്പൻ ഈ ഒരു എല്ലാ കാര്യങ്ങളും കാണുകയും ചെയ്തു. അങ്ങനെ ജെയിംസ് ആ ഒരു കുറ്റവാളിയെ തന്റെ കാറിലാക്കി അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോഴത്തേക്കും തന്നെ അവിടേക്ക് ആ ഒരു ആംബുലൻസ് വന്നിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിപ്പോൾ രാത്രിയാകുമ്പോൾ പോലീസുകാരെല്ലാം ഇവിടേക്ക് വന്നിട്ടാണ് ഇതുപോലെ അവന്റെ ഫോട്ടോ ആ ഒരു ലേഡിക്ക് കാണിച്ചു കൊടുത്തിട്ട് ഇവിടേക്ക് വന്ന ആ ഒരാൾ ഇതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് ഇത് തന്നെയാണ്, ഇവനൊരു കുറ്റവാളിയാണെന്ന് പറയുന്നതും അയ്യോ സോറി സാർ, ഇവനൊരു കുറ്റവാളിയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, അതുപോലെ ഇപ്പൊ അയാളെ കാണാനില്ല, ഇവിടെ പോയത് ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനും അവളുടെ അസിസ്റ്റന്റും വന്നിട്ട് ഈ ഒരു സ്ഥലമെല്ലാം ഇങ്ങനെ പരിശോധിക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരു ക്യാമറയുണ്ട്. അപ്പൊ ഈ ഒരു ക്യാമറയിൽ ഇതെല്ലാം പതിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ലേഡി പറയും സോറി മാഡം, ഇത് കുറെ നാളായിട്ട് വർക്ക് ആവുന്നില്ല എന്ന് പറയുമ്പോൾ ജെയിംസ് അതിൽ നിന്നും രക്ഷപ്പെട്ടു. അപ്പോഴേക്കാണ് അടുത്ത് ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ നിൽക്കുന്നു. അവർ ഈ ഒരു പാട്ടൊക്കെ പാടുമ്പോഴത്തേക്കും അല്ല ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത് പാസ്റ്റർമാരുടെ ഭാര്യമാരാണ്, അവരെല്ലാ മാസവും ഇവിടെ വന്ന് ഇതുപോലെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഇപ്പോ ആ ഒരു കുറ്റവാളി കിടന്ന ആ ഒരു കട്ടിലിനടുത്തേക്ക് വരികയാണ്. അവിടേക്ക് വന്ന് അവിടെയെല്ലാം നല്ലതുപോലെ നോക്കി ഇവര് തിരിച്ചിറങ്ങാനായിട്ട് വരുമ്പോഴത്തേക്കും അവൻ ഇവിടെ പോയി എന്ന് പറയുമ്പോഴാണ് അടുത്തുള്ള ആ ഒരു അപ്പൂവൻ പറയുന്നത് അവൻ ആരാണ് കൊണ്ടുപോയതെന്ന് എനിക്കറിയാം. അപ്പൊ ഇവരെല്ലാം തിരിഞ്ഞു നിന്നിട്ട് ഓക്കെ ആരാ കൊണ്ടുപോയത് എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു അപ്പൂപ്പനായാലും പറയാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇവിടെ ആണെങ്കിലോ നമ്മുടെ ടെൻഷൻ അടിപ്പിക്കുന്ന രീതിയിൽ ഒരു അടിപൊളി മ്യൂസിക് ഉണ്ട്. അപ്പോഴേക്കും ആ ഒരു അപ്പൂപ്പൻ പറയും അത് വേറെ ആരുമല്ല, സർവശക്തൻ, നമ്മുടെ എല്ലാവരുടെയും ദൈവം, ആമേൻ എന്നും പറഞ്ഞിട്ട് ആ ഒരു അപ്പൂപ്പൻ അവിടെ കിടക്കുന്നതും പൊന്നപ്പൂപ്പ നിങ്ങൾ കുറച്ച് നേരത്തേക്കൊന്ന് ടെൻഷൻ അടിപ്പിച്ചു. അപ്പോഴാണ് ആ ഒരു ലേഡി പറയുന്നത് സോറി മാഡം, അദ്ദേഹത്തിന് ഒരുപാട് നാളായിട്ട് അൾഷിമേഴ്സ് ആണ്, പല കാര്യങ്ങളും മറന്നുപോകും എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും താഴേക്ക് കൊണ്ടുവരും. അതേസമയം ഇവിടെ നമ്മുടെ പാസ്റ്റർ ആ ഒരു കുറ്റവാളിയെ ഒരു ഫാക്ടറിയിലേക്ക് കൊണ്ടുവന്ന് കെട്ടിയിടും. അപ്പോഴേക്കാണ് അവൻ ചോദിക്കുന്നത് എന്നെ എന്തിനാ ഇവിടേക്ക് കൊണ്ടുവന്നത്, നീ എന്തിനാ ഇങ്ങനെയല്ല ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ജെയിംസ് പറയും നല്ല ചോദ്യം, അതാണ് എനിക്കും അറിയാത്തത്. ഇത്രയും കാലം ഞാൻ ആ ഒരു കെയർ ഹോമിലേക്ക് ഒരിക്കലും വരത്തില്ലായിരുന്നു, എന്റെ ഭാര്യയാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് ഞാൻ അവിടേക്ക് വന്നു. അതും രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ എനിക്ക് അവിടേക്ക് പോകണമെന്നുള്ള തോന്നല്. എന്തുകൊണ്ട്? കാരണം അത് ദൈവമാണ് എന്റെ മനസ്സിൽ അങ്ങനെ ഒരു കാര്യം കൊണ്ടെത്തിച്ചത്. അപ്പൊ ആ ഒരു കുറ്റവാളി പറയും എന്ത് ദൈവോ, നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചു, അത് നീ ഇപ്പോൾ മറയ്ക്കാൻ ശ്രമിക്കല്ലേ എന്ന് പറയുമ്പോൾ ഇല്ലില്ല, ദൈവം എന്തിനാണ് എന്നോട് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, അത് നിന്നെ പോലെ ഒരാളെ കൊല്ലാൻ വേണ്ടി. കാരണം നീ ഒരു പിശാചിന്റെ കുഞ്ഞാണ്, ഇതുപോലൊരു സ്ഥലത്ത് തന്നെ നമ്മളെ കൊണ്ടുവരാൻ കാരണവും അത് തന്നെയാണ്. അപ്പോ ഇതെല്ലാം ചെയ്യുന്നത് ദൈവമാണെന്ന് പറയുമ്പോൾ ആ ഒരു കുറ്റവാളി ചോദിക്കും അല്ല അപ്പോ നീ എന്നെ കൊല്ലാൻ പോവാണോ, എനിക്കറിയത്തില്ല, ദൈവം പറയുന്നത് എന്താണ് അത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ, അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കും എന്നും പറഞ്ഞിട്ട് ആ ഒരു ബിൽഡിങ്ങിന്റെ ഒരു വശത്തേക്ക് പോയി നോക്കി നിൽക്കുമ്പോഴത്തേക്കാണ് ഇവിടെ അടുത്തൊരു ടെസ്റ്റ് ആ ഒരു കൊലയാളി ഇപ്പൊ പറയാൻ പോകുന്നത് നീ എന്നെ കൊന്നു കഴിഞ്ഞാല് ആ ഒരു പെൺകുട്ടി ഒരിക്കലും രക്ഷപ്പെടത്തില്ല എന്ന് പറയുമ്പോൾ ഇവൻ തട്ടിക്കൊണ്ടുപോയിട്ടുള്ള സാറ എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട്, എന്നെ കൊന്നു കഴിഞ്ഞാല് അവളെ ഒരിക്കലും നിനക്ക് ജീവനോടെ കിട്ടത്തില്ല, അതുകൊണ്ട് എത്രയും ഇവിടുന്ന് പോലീസിനെ വിളിക്കും, പോലീസ് വിളിച്ചു കഴിഞ്ഞാല് എല്ലാ സത്യവും ഞാൻ അവരോട് പറയാന്ന് പറയുമ്പോൾ പാസ്റ്റർ ആയിട്ടുള്ള ജെയിംസ് അവനോട് ചോദിക്കുന്നുണ്ട് ആ ഒരു പെൺകുട്ടിയോടെ സത്യം പറയുമ്പോൾ അവൻ പറയത്തില്ല. അപ്പോഴേക്കും ജെയിംസ് ഒരു കമ്പി എടുത്തു വെച്ചിട്ട് അവനെ അടിക്കാനായിട്ട് വരും, പക്ഷെ അവനെ അടിക്കത്തില്ല. എന്നിരുന്നാലും അവനെ പേടിപ്പിക്കാൻ വേണ്ടി അടുത്തുള്ള ആ ഒരു ചെയറിലടിക്കുമ്പോൾ ആ ഒരു കുറ്റവാളിക്ക് ഒട്ടും പേടിയില്ലാതെ ജെയിംസിനെ നോക്കി അങ്ങനെ ചിരിക്കുകയാണ്. നീ പോലീസിനെ വിളിക്ക്, എന്നെ നീ എന്തായാലും കൊല്ലാൻ പോകുന്നില്ല, കൊന്നു കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടിയെ കിട്ടത്തില്ല എന്നെല്ലാം പറഞ്ഞ് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജെയിംസിനെതിരായിട്ട് പറയുന്നതും ഇതെല്ലാം കേട്ട് സായി കേട്ട് ജെയിംസ് എന്താ ചെയ്യുന്ന വെച്ചാല് ഒരു ടേപ്പ് എടുത്ത് അവന്റെ വായും മൂക്കും എല്ലാം കൂടി ചുറ്റി അങ്ങ് വെക്കും. അവനിപ്പോ നല്ലതുപോലെ ശ്വസിക്കാൻ പോലും കഴിയത്തില്ല. എന്നിട്ട് ഇവനെ തള്ളി നേരെ അടുത്തുള്ളൊരു റൂമിനകത്തേക്ക് കൊണ്ടിട്ടിട്ട് ഒരു ടാർപ്പയും കൊണ്ട് അവനെ അങ്ങ് മൂടുകയാണ്. എന്നിട്ട് ഒന്നും മിണ്ടാതെ അതുപോലെ തന്നെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നു.
അതേസമയം ആ ഒരു കെയർ ഹോമിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ, ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു പാസ്റ്റർമാരുടെ ഭാര്യമാരും അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം കിട്ടി. അത് പരിശോധിക്കുമ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിൽ ഒരാള് പാസ്റ്റർ ആയിട്ടുള്ള ജെയിംസിന്റെ ഭാര്യയാണെന്ന് ഹീറോയിന് മനസ്സിലായി. അതേസമയം നമ്മുടെ പാസ്റ്റർ ജെയിംസിനെ കാണിക്കുമ്പോൾ ജെയിംസ് നേരെ അവന്റെ ആ ഒരു ചർച്ചിലേക്ക് വരികയാണ്. അവിടെയാണെങ്കിലും ഇപ്പോൾ ഒരുപാട് പേര് കൂടി നിന്നിട്ട് സാറയ്ക്ക് വേണ്ടി എന്തോ പ്രാർത്ഥനയൊക്കെ നടത്താൻ പോകുന്നു. അങ്ങനെ ജെയിംസ് ആയാലും കാർ കൊണ്ടുവന്ന് അവിടെ പാർക്ക് ചെയ്ത് നേരെ മുകളിലേക്ക് ചെന്നിട്ട് ഇവരെല്ലാവരും കൂടി ചേർന്ന് അവിടെ വലിയൊരു പ്രാർത്ഥന നടത്തും. അതിൽ ജെയിംസ് ഇപ്പോൾ പ്രധാനമായിട്ട് പറഞ്ഞു വെക്കുന്നത്, സാറ എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി മരിച്ചു, അതുകൊണ്ട് അവൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്നെല്ലാം പറയുമ്പോൾ സാറയുടെ അമ്മയ്ക്ക് ഇതൊന്നും കേട്ടിട്ട് ശരിയായിട്ട് തോന്നുന്നില്ല. അപ്പോഴേക്കും വെളിയിലെ നമ്മുടെ ഹീറോയിൻ ഈ ഒരു ചർച്ചിനടുത്തേക്ക് വന്നിട്ട് ജെയിംസ് എവിടേക്ക് പോയിട്ട് വന്നിട്ടുണ്ട്. അവന്റെ കാറിൽ ആ ഒരു ചെളിയും മറ്റു കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അങ്ങനെ അടുത്തേക്ക് ചെന്ന് ആ ഒരു ടയർ നല്ലതുപോലെ പരിശോധിക്കുമ്പോൾ അതിൽ കറുത്ത രീതിയിൽ എന്തോ ഇങ്ങനെ പറ്റിയിരിക്കുന്നു. അതെടുത്തിങ്ങനെ അതെന്തോ ഒരു മൽബറിയാണ്. അപ്പോഴേ ഹീറോയിൻ ഇവിടെ അടുത്തായിട്ട് ഈ ഒരു മൽബറി ഫാമുകൾ അതെവിടെയാണെന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ ലൊക്കേഷനൊക്കെ കാണിക്കും. അപ്പോൾ ഒരു പഴയ മൽബറി ഫാക്ടറി അത് ഉപയോഗിക്കാത്തത് ഒരു സ്ഥലത്തുണ്ടെന്നുള്ള രീതിയിൽ ആ ഒരു സ്ഥലം ഹീറോയിൻ കണ്ടുപിടിച്ചിട്ട് അവളിപ്പോൾ വണ്ടിയും കൊണ്ട് ജെയിംസ് ആ ഒരു കുറ്റവാളിയെ കെട്ടിയിട്ടുണ്ടല്ലോ ആ ഒരു സ്ഥലത്ത് ഹീറോയിൻ ഇപ്പോൾ ചെല്ലുകയാണ്. അങ്ങനെ അവിടേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു കാറിന്റെ ടയറിന്റെ പാടുകൾ അവൾ കാണുന്നുണ്ട്. അപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി ജെയിംസ് ഇവിടെ തന്നെയാണ് വന്നിട്ടുള്ളതെന്ന്. അങ്ങനെ ഇവളായാലും പതിയെ ഈ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറി ചെല്ലും. കയ്യിലാണെങ്കിൽ ആ ഒരു തോക്കും വെച്ചിട്ടുണ്ട്. എന്നിട്ട് പതിയെ പതിയെ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഏതോ ഒരു റൂമിൽ നിന്നും എന്തോ ഒരു ശബ്ദം എന്തോ അനങ്ങുന്നത് പോലെ ഇവള് പതിയെ ആ ഒരു റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ആ ഒരു ടാർപ്പ് അനങ്ങുന്നുണ്ട്. പെട്ടെന്ന് അത് മാറ്റുമ്പോഴത്തേക്കും അത് ആ ഒരു കുറ്റവാളി അവ ഇപ്പോഴും മരിച്ചിട്ടില്ല. പെട്ടെന്ന് അവന്റെ വായിൽ ആ ഒരു ടേപ്പെല്ലാം അഴിച്ച് ഇപ്പൊ പോലീസിനെ വിളിക്കാനായിട്ട് വരുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവളുടെ സഹോദരിയുടെ രൂപമുണ്ടല്ലോ, ആത്മാവ്, അത് അവളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. എന്നിട്ട് അവളോട് പറയും, ഇവ മരിക്കാൻ വേണ്ടി നീ ആഗ്രഹിച്ചിട്ടില്ലേ എന്നുള്ള രീതിയിൽ ഇപ്പോ ഈ ഒരു കുറ്റവാളിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവളുടെ സഹോദരിയുടെ ആത്മാവ് ഇപ്പോൾ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആത്മാവില്ല, ഇത് നമ്മുടെ ഹീറോയിന് തോന്നുന്നതാണ്. കാരണം അവൾക്ക് ആ ഒരു കുറ്റബോധം കൊണ്ട് ഇവനെ ശിക്ഷിക്കാനും കഴിഞ്ഞില്ല, തന്റെ സഹോദരി മരിക്കുകയും ചെയ്തു. ആ ഒരു കുറ്റബോധം കാരണം ഹീറോയിന് തോന്നുന്നതാണ് ഈ ഒരു കാര്യം. അതുപോലെ ഇപ്പൊ ആ ഒരു സഹോദരിയുടെ ആത്മാവ് അവളോട് ഒരുപാട് നേരമായിട്ട് അവനെ കൊല്ല്, അതാണ് എനിക്കും വേണ്ടത് എന്നെല്ലാം ഒരുപാട് നേരമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഹീറോയിൻ അതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അതെല്ലാം കേട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് ആ ഒരു കുറ്റവാളി ഇപ്പോൾ പറയുന്നത്, ആ ഒരു പെൺകുട്ടി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, എന്നെ എത്ര പെടുന്ന ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും എന്ന് പറയുമ്പോൾ ഹീറോയിൻ ചോദിക്കും, ഓക്കെ അവളെവിടെ, ഞാൻ ഒരു പോലീസുകാരിയാണ്, ആ പെൺകുട്ടി എവിടെ ചോദിക്കുമ്പോൾ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും, എന്നാലേ ഞാനത് പറയത്തുള്ളൂ എന്ന് പറയും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നീ എന്നെ കൊല്ലുമെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയുമില്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തില്ല എന്ന് പറയുമ്പോൾ അവൻ ഒരിക്കലും അതിന് സമ്മതിക്കുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് തന്റെ തോക്കെടുത്ത് അവന്റെ നെറ്റിയിലേക്ക് വെക്കുന്നതും അവൻ പേടിക്കുന്നില്ല. കാരണം അവനെ കൊന്നു കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടിയും മരിക്കും, അവളെ രക്ഷിക്കാൻ കഴിയത്തില്ല എന്നുള്ള കാര്യം ഈ ഒരു കുറ്റവാളിക്ക് അറിയാം. അതുകൊണ്ട് അവൻ പെട്ടെന്ന് ചിരിക്കാൻ തുടങ്ങുന്നതും ഹീറോയിന്റെ പുറകിൽ ഒരുത്തം വരുന്നു, വേറെ ആരുമല്ല നമ്മുടെ ജെയിംസ്. എന്നിട്ട് ഹീറോയിൻ അടിക്കാൻ ശ്രമിക്കും. ഹീറോയിൻ ആണെങ്കിലോ ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിലും ഒരു ഷൗവലെടുത്ത് ഹീറോയിന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി, അവളുടെ ബോധം പോയി. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിനെ ആ ഒരു ചെയറിൽ അവൻ കെട്ടിയിട്ടേക്കുന്നു. എന്നിട്ട് ഈ ഒരു കുറ്റവാളിയുടെ അടുത്തേക്ക് വന്ന് അവനെ വീണ്ടും കൊല്ലാനായിട്ട് നിൽക്കാണ്. അപ്പോഴേ ഹീറോയിൻ പറയുന്നുണ്ട്, ആ ഒരു പെൺകുട്ടി എവിടെയാണെന്ന് അവൻ അറിയാം, അതുകൊണ്ട് പ്ലീസ് എന്നെ അഴിച്ചുവിടും, അവനെന്ന് ചെയ്യരുതെന്ന് പറയുമ്പോൾ ജെയിംസ് പറയും, ഒരിക്കലുമില്ല, ഈ ഒരു പിശാചി കള്ളം പറയാണ്, ആ ഒരു പെൺകുട്ടി എപ്പോഴേ മരിച്ചു, നമ്മളെല്ലാവരും പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവൻ ഇങ്ങനെ ചെയ്യാണ്, ഇവനെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ ഇവൻ ഇനിയും ഒരുപാട് പെൺകുട്ടികളോട് ഈ ഒരു കാര്യം ചെയ്യും, അതുകൊണ്ട് ഇവനെ എന്തായാലും ഇല്ലാതാക്കിയേ പറ്റൂ. അപ്പോൾ ഹീറോയിൻ ആയാലും ഇവനോട് പറഞ്ഞു നോക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവൻ കേൾക്കുന്നില്ല. അപ്പോഴേക്കാണ് ആ ഒരു കുറ്റവാളി പറയുന്നത്, എന്ത്, ഞാൻ അവളെ കൊല്ലാൻ ശ്രമിച്ചെന്നോ, ഒരിക്കലുമില്ല, അവളായിട്ട് തന്നെയാണ് എന്റെ മുന്നിൽ വന്ന് ചാടിയത്. അതുപോലെ എല്ലാ രാത്രിയിലും ഒറ്റ കണ്ണുള്ള ആ ഒരു രാക്ഷസൻ എന്റെ വാതിൽ വന്ന് മുട്ടി എന്നെ ഉപദ്രവിക്കുമായിരുന്നു എന്നെല്ലാം ഇതിനിടയ്ക്ക് തന്നെ ആ ഒരു കുറ്റവാളി പറയുന്നുണ്ട്. ഇതെന്താണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ ജെയിംസ് പറയും, ദൈവമാണ് ഇതെല്ലാം എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്, ദൈവം ഇതാഗ്രഹിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് ആ ഒരു കുറ്റവാളിയുടെ മുഖത്തേക്ക് ഒരു ഒറ്റയടി, മിണ്ടാതിരിക്കും, കുറെ നേരമായല്ലോ. ഇത്രയും പറഞ്ഞിട്ട് ജെയിംസ് നേരെ ഹീറോയിന്റെ അടുത്തേക്ക് വന്ന് അവളെ ഷൂട്ട് ചെയ്യാണ്ട് ശ്രമിക്കുമ്പോൾ അവള് പെട്ടെന്ന് ഒഴിഞ്ഞു മാറി നമ്മുടെ ജെയിംസിനെ തള്ളിക്കളഞ്ഞ് നേരെ ആ ഒരു ചെയറിൽ നിന്ന് താഴേക്ക് വീണിട്ട് അവിടെ നിന്ന് ഇഴഞ്ഞിഴഞ്ഞ് അടുത്തുള്ള ആ ഒരു തൂണിന്റെ അടുത്തേക്ക് വന്നിട്ട് അവിടെ ഒരു കമ്പി ഉണ്ടായിരുന്നു, അതിലേക്ക് വെച്ച് ആ ഒരു ടേപ്പ് അങ്ങ് മുറിക്കും. എന്നിട്ട് നമ്മുടെ ജെയിംസുമായിട്ട് വന്ന് ഇങ്ങനെ ഫൈറ്റ് ചെയ്യണം. അവളുടെ കാലിലെ ആ ഒരു ടേപ്പ് ഇപ്പോഴും അഴിച്ചിട്ടില്ല. അപ്പോൾ ജെയിംസ് ആണെങ്കിൽ ഒരു കമ്പിയെല്ലാം എടുത്തോണ്ട് വന്നിട്ട് അവളെ അടിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോയിൻ അവനെ ചവിട്ടി താഴേക്കിട്ടിട്ട് ഇപ്പോൾ ഇഴഞ്ഞിഴഞ്ഞ് പോകാനായിട്ട് വരുമ്പോൾ അവൻ വീണ്ടും വലിച്ച് ഹീറോയിനെ അടുത്തേക്ക് പിടിച്ചിട്ട് അവളുടെ കഴുത്ത് ഞെരിച്ച് അവളെ കൊല്ലാൻ ശ്രമിക്കുന്നു. ആ ഒരു സമയത്താണ് ഈ ഒരു കുറ്റവാളി അവനിരിക്കുന്ന ആ ഒരു ചെയറിൽ നിന്നും നിരങ്ങി കുറച്ച് മുന്നിലേക്ക് വന്ന അടുത്തൊരു ബാഗ് ഉണ്ട്, അതിലാണെങ്കിൽ വലിയൊരു വാളും, അത് തട്ടി ഹീറോയിന്റെ അടുത്തേക്ക് ഇട്ട് കൊടുക്കും. അപ്പൊ ഇത് നമ്മുടെ ഹീറോയിൻ അങ്ങനെ എടുത്ത് ജെയിംസിന്റെ കയ്യിലേക്ക് ഒരു ഒറ്റ വിട്ട് എന്നിട്ട് അവനെ തള്ളി താഴേക്കിട്ട് അവളാണെങ്കിൽ ഒരു വിലങ്ങ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വിലങ്ങും എടുത്ത് ജെയിംസിന്റെ കയ്യിലേക്ക് വെച്ച് അടുത്തുള്ള ആ ഒരു കമ്പിയിൽ ആ ഒരു വിലങ്ങിട്ടങ്ങ് വെക്കും.
അപ്പോഴേക്കാണ് ഈ ഒരു കുറ്റവാളി ഉണ്ടല്ലോ, അവനാണെങ്കിൽ സന്തോഷിച്ച് അങ്ങനെ ചിരിക്കുന്നതും, അവനിരിക്കുന്ന ആ ഒരു ചെയറിൽ നമ്മുടെ ജെയിംസ് നേരത്തെ തന്നെ വെയിറ്റ് ഉള്ള എന്തോ ഒരു കാര്യം കെട്ടിവെച്ചിരുന്നു. അത് പെട്ടെന്ന് ഈ ഒരു ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ ഇവനെ വലിച്ച് താഴേക്ക് പോവാണ്. അതിനു മുന്നേ ഹീറോയിൻ ഓടി വന്ന് അവന്റെ കാലിലേക്ക് അങ്ങനെ പിടിച്ച് വലിച്ചു പിടിച്ചിങ്ങനെ വെച്ചേക്കും. പക്ഷെ അവൻ താഴെ വീണിട്ടില്ല. ഹീറോയിൻ ആണെങ്കിലും ഒറ്റ കൈ കൊണ്ട് എന്തായാലും വലിച്ചു പൊക്കാൻ കഴിയത്തില്ല. അപ്പൊ ഈ ഒരു കുറ്റവാളിക്കായാലും മനസ്സിലായി അവൻ എന്തായാലും മരിക്കാൻ പോവാണെന്ന്. മരിക്കുന്നതിന് മുന്നേ അവൻ ഹീറോയിനെ നോക്കിയിട്ട് പറയും, ഒറ്റക്കണ്ണുള്ള ആ ഒരു രാക്ഷസൻ അവളെ എന്തായാലും കൊല്ലും എന്ന് പറയുന്നതും ഹീറോയിന്റെ കയ്യിൽ നിന്ന് ആ പിടി വിട്ട് ഇവ നേരെ താഴേക്ക് വീണ് സ്പോട്ടിൽ തന്നെ അവൻ മരിക്കുകയാണ്. കുറെ കഴിയുമ്പോഴത്തേക്കും അവിടേക്ക് പോലീസും ആംബുലൻസും എല്ലാവരും വന്ന് ഹീറോയിൻ നേരെ താഴേക്ക് വന്നിട്ട് ആ ഒരു കുറ്റവാളിക്ക് ജീവനുണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടി അവന് CPR എല്ലാം കൊടുത്ത് നോക്കുന്നുണ്ട്. പക്ഷെ അവൻ എഴുന്നേൽക്കുന്നില്ല. കാരണം അവൻ എഴുന്നേറ്റാൽ മാത്രമേ സാറയെ കണ്ടുപിടിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെ അവളായാലും വിഷമിച്ച് അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ജെയിംസ് ഇപ്പോൾ അവിടെ നിന്ന് നടന്നു പോകുന്നു. അവനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ്. ഈ കുറ്റവാളി മരിച്ചെന്നുള്ള കാര്യം കാണുമ്പോഴത്തേക്കും അവന് നല്ല സന്തോഷം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും നേരെ സ്റ്റേഷനിലേക്ക് വന്ന് ജെയിംസിനെ എന്തായാലും അറസ്റ്റ് ചെയ്തു. അതുമല്ല ഈ ഒരു കുറ്റവാളി ആ ഒരു പെൺകുട്ടി എവിടെയായിരിക്കും ഒളിപ്പിച്ചിരിക്കുന്നത്, അവൻ എവിടെയൊക്കെ താമസിച്ചു എന്നുള്ള രീതിയിൽ അവർ പല രീതിയിലും അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ എത്ര ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ആ ഒരു കുറ്റവാളി പറയാതെ ഇവർക്ക് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കാണ് ഇപ്പൊ ഏതോ ഒരു പഴയ ബിൽഡിങ് അതെല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ പുതിയ ബിൽഡിങ്ങുകളെല്ലാം പണിയാൻ പോകുന്നു. അതുമല്ല ഈ ഒരു സ്ഥലത്തുള്ള പഴയ ബിൽഡിങ്ങുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ മുകൾ ഭാഗത്ത് ഇതുപോലൊരു സർക്കിളും അതിലൊരു ക്രോസ് സിമ്പലും ഉണ്ടാവും. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് കാണിക്കുമ്പോൾ വേറെ ഒന്നുമല്ല, സാറ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടി ഇപ്പോ അതിനകത്താണ് അവളെ കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ബിൽഡിംഗ് പൊളിച്ചു കഴിഞ്ഞാല് അവളും അതിനകത്ത് വെച്ച് മരിക്കും. അവൾക്കാണെങ്കിൽ എഴുന്നേൽക്കാനോ അതേപോലെ തന്നെ ശബ്ദം ഉണ്ടാക്കാനോ കഴിയത്തില്ല. കാരണം അവളുടെ വായും ടേപ്പ് വെച്ച് ഒട്ടിച്ചേക്കുന്നു, കൈയും കാലെല്ലാം കെട്ടിവെച്ചേക്കുന്നു. ഇവിടെയാണെങ്കിലോ നമ്മുടെ ഹീറോയിൻ നേരെ ആ ഒരു സൈക്കാട്രിക് ഡോക്ടർ ഉണ്ടല്ലോ, അയാളെ കാണാൻ വന്നിരിക്കുകയാണ് ഈ ഒരു കുറ്റവാളിയെ പറ്റിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി. കാരണം അതിലൂടെയെങ്കിലും അവനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ ആ ഒരു ഡോക്ടർ ആയാലും അയാൾക്കറിയാവുന്ന കാര്യം, കുട്ടിക്കാലത്ത് അവന്റെ മാതാപിതാക്കള് അവനെ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു. അതുകൊണ്ടാണ് അവൻ മറ്റുള്ളവരോട് ആ ഒരു ദേഷ്യം തീർക്കുന്നത്. അതുമല്ല അവൻ വരച്ചിരുന്ന ഒരുപാട് ഡ്രോയിങ്ങുകളെല്ലാം ഹീറോയിനെ കാണിക്കുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയിൻ ചോദിക്കുന്നത്, അല്ല ഈ ഒരു ഒറ്റക്കണ്ണുള്ള രാക്ഷസൻ അതെന്താ അവൻ അങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ അത് അവന്റെ രണ്ടാനച്ഛനായിട്ടായിരിക്കും അവൻ കാണുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവൻ അവനെ സ്വയം കാണുന്ന ഒരു രീതി. ഇതെല്ലാം വെറുതെ അവൻ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് എന്നെല്ലാം പറയുന്ന സമയത്ത് ഇവിടെ സാറ് ഇരിക്കുന്ന ആ ഒരു ബിൽഡിങ്ങിന്റെ വെളിയിലുള്ള ഭാഗങ്ങളെല്ലാം ആ JCB ഉപയോഗിച്ചിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ പൊളിച്ചു വരികയാണ്. അവൾക്കാണെങ്കിൽ ഇപ്പൊ ഒന്നും കഴിയുന്നില്ല. അവള് ബഹളം വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ശബ്ദം ഒരു കാരണവശാലും പുറത്തേക്ക് പോകുന്നില്ല. അങ്ങനെ ഈ ഒരു ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹീറോയിൻ ആ ഒരു ഫോട്ടോയും മറ്റു കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് നോക്കി ഇരിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ അച്ഛൻ പെട്ടെന്ന് അവളെ വിളിച്ചിട്ട്, അല്ല ഞാൻ മെസ്സേജ് അയച്ചിട്ട് നീ എന്താ റിപ്ലൈ തരാഞ്ഞേ, ഇന്നലെ രാത്രിയാണെങ്കിൽ നീ വീട്ടിൽ വന്നില്ല, എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇല്ലച്ച എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. ഓക്കെ, ഞങ്ങളുടെ ആ ഒരു പഴയ സ്ഥലം ഞാൻ പൊളിക്കാൻ പോവാണ്, നിനക്കത് കാണണമെന്ന് പറഞ്ഞില്ലേ, ദേ ഞാൻ അതിന്റെ ഫോട്ടോ അയച്ചിട്ടുണ്ട്, എടുത്ത് നോക്കാൻ പറയുമ്പോൾ ഹീറോയിന്റെ അച്ഛൻ അയച്ച ആ ഒരു ഫോട്ടോ എടുത്ത് നോക്കാണ്. അപ്പൊ അവർ താമസിച്ചിരുന്ന ഏതോ ഒരു ബിൽഡിങ്ങിന്റെ ഫോട്ടോ, അതിന്റെ മുന്നിൽ നിന്നിട്ട് അയാളെടുത്തൊരു സെൽഫി. ഇതുപോലെയുള്ള പഴയ ഒരുപാട് കെട്ടിടങ്ങളും ഇപ്പോ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മളുടേതും. അതുപോലെ ഇപ്പോൾ ഒരു പുതിയ ക്ലയന്റ് വന്നിട്ട് അയാളുടെ വീട്ടിലും ഇതുപോലെ തന്നെ ചെയ്യാൻ പറഞ്ഞിരുന്നു, ഒറ്റക്കണ്ണുള്ള ഒരു രാക്ഷസനെ പോലെ എന്ന് പറയുമ്പോൾ ഹീറോയിൻ പെട്ടെന്ന്, എന്ത് അച്ഛൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം ഒന്നുകൂടി പറയാൻ പറയുമ്പോൾ അതെ ഈ വിൻഡോയിൽ ഈ വൃത്താകൃതിയിലുള്ളൊരു കാര്യം കാണുന്നില്ലേ, അതിനെയാണ് അങ്ങനെ വിളിക്കുന്നത്, ഇതൊക്കെ ഇക്കാലത്ത് അപൂർവമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നെല്ലാം പറയുമ്പോൾ ഹീറോയിൻ ആ ഒരു കുറ്റവാളി വരച്ച ചിത്രങ്ങളിലെല്ലാം ഇതുപോലെ സിമ്പിളുള്ള ഒരു റൂമുണ്ട്. അതുമല്ല ഒരു കുറ്റവാളിയാണെങ്കിൽ അവളോട് പറഞ്ഞിരുന്നു ഒറ്റക്കണ്ണുള്ള രാക്ഷസൻ അവളെ കൊല്ലുമെന്ന്. അപ്പോൾ തന്നെ ഹീറോയിന് മനസ്സിലായി ഇതുപോലെയുള്ള ഏതൊരു ബിൽഡിങ്ങിനകത്താണ് ആ ഒരു പെൺകുട്ടിയെ അവൻ കെട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് അവളുടെ അസിസ്റ്റന്റിനോട് പറയും, ഞാനൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട്, ആ ഒരു സിമ്പിളുള്ള വീടുകൾ ഇപ്പൊ എവിടെ ഉണ്ടെന്ന് നീ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അസിസ്റ്റന്റ് ആയാലും ആ ഒരു ഗൂഗിൾ മാപ്പ് ഉണ്ടല്ലോ അതുവഴി ഓരോ വീടുകളായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാണ്. അങ്ങനെ നോക്കി അവസാനം ആ ഒരു സിമ്പിളുള്ള ഒരു വീട് കണ്ടുപിടിച്ചിട്ട് അതിന്റെ ലൊക്കേഷൻ ഹീറോയിനോട് പറഞ്ഞു കൊടുക്കും. കാരണം ഇതുപോലെയുള്ള സിമ്പിളുള്ള വീട് അപൂർവമാണ്, കാരണം ഇത് പഴയ കാലത്ത് നിർമ്മിച്ചതാണ്. അങ്ങനെ ഹീറോയിനായാലും ആ ഒരു വീട്ടിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ ആ ഒരു വീടിന്റെ മുൻഭാഗം പൊളിച്ചു. ഈ ഒരു പെൺകുട്ടിയുള്ള റൂമുണ്ടല്ലോ അതിനകത്തേക്ക് ഓരോ ഭാഗങ്ങളായിട്ട് ഇടിഞ്ഞിങ്ങനെ വീഴുന്നുണ്ട്. അങ്ങനെ അവസാനം നമ്മുടെ ഹീറോയിൻ ആ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ആ വർക്കെടുക്കുന്ന ആ ഒരു സൈറ്റിലേക്ക് കാർ ഇടിച്ചങ്ങ് കയറ്റിയിട്ട് ഓടിച്ചെന്ന് ആ ഒരു റൂമിനകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കും ആ ഒരു പെൺകുട്ടിക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെ ചെന്ന് അവളുടെ കെട്ടെല്ലാം അഴിച്ച് അവസാനം അവളെ രക്ഷിക്കുകയും കൂടി ചെയ്യുന്നു. അങ്ങനെ ആ ഒരു പെൺകുട്ടിയെ രക്ഷിച്ച് ഇപ്പൊ അവസാനം ഹീറോയിൻ നേരെ ജെയിംസിനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് വരും. എന്നിട്ടാണ് അവനോട് പറയുന്നത് ആ ഒരു പെൺകുട്ടിയെ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ അവൻ പറയും അവളുടെ ശരീരമാണോ, ഒരിക്കലുമല്ല, അവളെ ജീവനോടെ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ അവൻ പറയും ഇല്ല ഒരിക്കലുമില്ല, അതൊരിക്കലും നടക്കാൻ സാധ്യതയില്ല എന്ന് പറയുമ്പോൾ അതിനൊക്കെ സാധ്യത ഉണ്ടെന്നും പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് പോവാണ്.
അങ്ങനെ ജെയിംസ് ആയാലും അവന്റെ സെല്ലിലേക്ക് കയറിയിട്ട് ഒരു തുണി നനച്ച് അവിടെയുള്ള ചുമരില് ആ തുണി കൊണ്ട് ഇങ്ങനെ തേക്കുമ്പോഴത്തേക്കും അവിടെ അവന് യേശുവിന്റെ രൂപം കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സന്തോഷത്തില് ഒന്നുകൂടി അവനിങ്ങനെ തേക്കുമ്പോൾ ഇത്തവണ ആ ഒരു രൂപം മാറിയിട്ട് ഒരു സാത്താന്റെ രൂപമാണ് അവിടെ തെളിഞ്ഞു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവന്റെ ഉള്ളിലുള്ള ആ ഒരു നന്മയെല്ലാം പതിയെ മാറുന്നു കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ. ഓക്കെ, ചെറിയൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. ഇതിന് മുന്നേ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ആ ഒരു വീഡിയോ ആണെങ്കിൽ വേറെ ഏതൊരു ചാനലിൽ ചെയ്തതുകൊണ്ട് തന്നെ അധികം വ്യൂസ് ഒന്നും ഉണ്ടായില്ല. അതുമല്ല ആ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, അത് കേട്ടവർക്ക് എന്താണെന്ന് അറിയാം. പക്ഷേ കേൾക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, ഇത്രയുള്ള സംഭവം. നമുക്കൊരു സെക്കൻഡ് ചാനലുണ്ട്. ഈ ഒരു ചാനലാണെങ്കിൽ ഞാൻ ക്രൈം ത്രില്ലർ, ഹൊറർ ത്രില്ലർ, ഈ ഒരു ജനറലുള്ള മൂവീസ് മാത്രമാണ് ഇടുന്നത്. അത് കണ്ട് നിങ്ങൾ ബോർ അടിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ പുതിയ ഫാന്റസി ത്രില്ലർ ഇങ്ങനെയുള്ള സിനിമകൾ കാണുമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കൊരു സെക്കൻഡ് ചാനലുണ്ട്. SROS മൂവി എക്സ്പ്ലെയിൻ 2.0 എന്നാണ് ആ ഒരു ചാനലിന്റെ പേര്. അതിന്റെ ലിങ്ക് എന്തായാലും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് ക്രൈം ത്രില്ലറും ഹൊറർ ത്രില്ലറും അല്ലാണ്ട് സൈഫൈ, ഫാന്റസി, ആക്ഷൻ മൂവീസ്, പിന്നെ ഫീൽ ഗുഡ് മൂവീസ് ഇതെല്ലാം കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഞാൻ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും വീഡിയോ അവസാനിച്ചു. ഇനി എല്ലാവരും എന്തായാലും പോയിക്കോ, കുഴപ്പമില്ല.